കുറിച്ചാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ വിശ്വാസം ശരിയായ നിലയിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണാതിരുന്നതിനെ കാണും, തൊടാൻ പറ്റാതിരുന്ന വിഷയത്തിനെ നമ്മൾ തൊടും. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനകളിൽ അതിശക്തമായ ദൈവത്തിന്റെ 19ാമത്തെ ദിവസം രാത്രിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പകലും രാത്രിയും ഇടതടവില്ലാതെ ഈ മീറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മള് ഇപ്പൊ 19 ദിവസമായി. നമ്മള് എന്തുമാത്രം ഏകദേശം 40ഓളം മെസ്സേജുകൾ ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, കേട്ട് കഴിഞ്ഞു അല്ലേ? 40ഓളം മെസ്സേജുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതിനകത്തെല്ലാം നമ്മുടെ വിടുതലുകൾ സ്വർഗം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായത്? ഈ മെസ്സേജിനകത്തെല്ലാം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾക്കുള്ളിലെല്ലാം കർത്താവ് നമുക്കുള്ള വിടുതലുകൾ വച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിഡൻ ആയിരുന്നു. അത് വിശ്വാസത്തോടെ നമ്മൾ പ്രാപിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ണുകൊണ്ട് നമ്മൾ കാണും, കൈകൾ കൊണ്ട് അത് സ്പർശിക്കും. സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ അത് സാക്ഷ്യമായിട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആലോചന. നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു എന്ന് എനിക്കറിയാം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു പണിക്ക് വേണ്ടി, ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചിലരെ ഇതിനകത്ത് ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലർ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ 21 days ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ വെറുതെ തോന്നിയ ഒരു തോന്നലല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു ഫെലോഷിപ്പാണിത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ചില പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴുക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അവരുടെ കൈകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ ചില പണികൾ സ്വർഗം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ പലരും പരാജയപ്പെട്ട മേഖലകളിൽ, പലരും ഇട്ടേച്ചു പോയ മേഖലകളിൽ സ്വർഗം ഈ ദിവസങ്ങളിൽ ചിലരെ അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില തലമുറകളെ ദൈവാത്മാവ് പണിതെടുക്കും, ചില കുടുംബങ്ങളെ ദൈവാത്മാവ് പണിതെടുക്കും. ഈ പ്രാർത്ഥനകൾ മുഖാന്തരം ചില ചിതറപ്പെട്ട സഭകൾ പണിയപ്പെടും. സ്തോത്രം. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിയുമ്പോൾ സ്തോത്രം, ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവമേ, എന്റെ വിഷയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അവർ വ്യക്തമായ വിടുതൽ കണ്ടിട്ട് ഇതിനകത്തുനിന്ന് പോകത്തുള്ളൂ. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നെഹമ്യാവിനെ നമുക്കറിയാം. അദ്ദേഹം ഒരു കൊച്ചു മനുഷ്യനാണ്, സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു പ്രവൃത്തിയുടെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ദൈവപ്രവൃത്തികളുടെ നിയോഗം ഈ ദിവസങ്ങളിൽ നമ്മളത് അനുഭവിച്ചറിയണം. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിന് ആ ഒരു നിയോഗത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇന്ന് രാത്രിയിൽ ദൂത് പറയുന്നു കേട്ടോ. ചിലർ മടിച്ചു നിൽക്കുന്നുണ്ട്. എന്നെ കൊണ്ടത് കഴിയുമോ? ഞാനിത് ചെയ്താൽ ഒക്കുമോ? എന്റെ കൈകൾ കൊണ്ട് എനിക്ക് സാധിക്കുമോ? പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. മുൻപിലൊന്നും കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവാണ് നിയോഗം നൽകുന്നതെങ്കിൽ ചില മേഖലകളിൽ ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് തന്ന 1-2 വാക്യങ്ങൾ, ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇയ്യോബ് 37:21. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. വടക്കു നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി പെട്ടെന്ന് കാണാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. കാണാത്തത് കൊണ്ട് ആ വെളിച്ചം ശോഭിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. ആകാശത്ത് നിന്ന് വെളിച്ചം ശോഭിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ചില വിടുതലുകൾ ഈ പ്രാർത്ഥനയിൽ ദൈവം അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ കരങ്ങളിൽ എത്തിയില്ല എന്ന് ഓർത്ത് വിടുതൽ വന്നില്ല എന്ന് ചിന്തിക്കരുത്. ഞാൻ പറയുന്ന വാക്കുകൾ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട്
ഒരുപാട് ജില്ലകൾക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്ന ഈ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കൊല്ലം ജില്ലയിലുള്ള ചില പദപ്രയോഗങ്ങൾ ചിലപ്പോൾ എറണാകുളത്തും കൊച്ചിയിലും അങ്ങ് കോതമംഗലമൊക്കെ കയറിയിരിക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. സ്തോത്രം. കാരണം ഈ ജില്ലകളുടെ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് ചില പദങ്ങൾ ചിലപ്പോ അതുകൊണ്ടാണ് ഞാൻ അതൊരു എക്സ്ക്യൂസ് പറയുക. സ്തോത്രം. ഓക്കെ. അപ്പൊ നമ്മുടെ കരങ്ങളിൽ ആ വിടുതൽ വന്നില്ല എന്നോർത്ത് സ്വർഗത്തിൽ നിന്ന് അത് ദൈവം അയച്ചിട്ടില്ല എന്ന് ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനത് കണ്ടില്ല, എനിക്കൊരു വിടുതൽ വന്നു, പക്ഷെ ഞാനത് കണ്ടില്ല എന്നോർത്ത് ദൈവം പ്രവർത്തിച്ചില്ല എന്ന് ചിന്തിക്കരുത്. ഈ 19ാമത്തെ ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ എന്താണോ ദൈവമക്കൾ പ്രാർത്ഥിച്ചത് അത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് അതിന്റെ മറുപടി അയച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ലെന്നുള്ളത് വാസ്തവമാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്തതിന്റെ കാരണം, സ്തോത്രം, എന്താണെന്നറിയാമോ? അതിനെ മറച്ചു വെക്കുന്ന ചില പോരുകളുണ്ട്. അതിനെ മറച്ചു വെക്കുക. ആ വിടുതൽ നമ്മുടെ കരങ്ങളിൽ എത്തരുത്. തലമുറകളുടെ വിടുതലുകൾ കരങ്ങളിൽ എത്തരുത്. സ്തോത്രം. കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളുടെ മറുപടി കരങ്ങളിൽ എത്തരുത്. അതിനെ മറച്ചു വെക്കുന്ന ഒരു പോരുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, 21ാം വാക്യത്തിൽ എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഈ 19ാമത്തെ ദിവസം ദൈവത്തിന്റെ കാറ്റ് കടന്നിട്ട് ദൈവമക്കൾക്കുള്ള വിടുതലിന്റെ ശോഭ അവരുടെ ഭവനങ്ങളിൽ വെളിപ്പെടുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കണ്ണുനീര് എവിടെയാണോ ദൈവമക്കൾ ഒഴുക്കിയത് അവിടെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. എവിടെ ഇരുന്നാണോ ദൈവമക്കൾ നിലവിളിച്ചത് അതേ മേഖലയിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വിഷയത്തിന്റെ വിടുതൽ ഒരുപക്ഷെ ദൈവമക്കളെ നാം പ്രാർത്ഥിച്ച സമയത്ത് നമുക്ക് ലഭിച്ചില്ല എന്നോർത്ത് വിടുതൽ വന്നില്ല എന്ന് ചിന്തിക്കരുത്. അതിന്റെ മറുപടി വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് 5000 രൂപ കടത്തിലാണ് ഞങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ വൈഫിനെ നന്നായിട്ട് പ്രിയ കർത്താവിന്റെ അഭിഷിക്ത ദാസിക്ക് അറിയാം. എൻ്റെ കുടുംബം എന്നെ നന്നായിട്ട് കർത്താവിന്റെ അഭിഷിക്ത ദാസിക്ക് അറിയാം. ഞങ്ങൾ വിവാഹം കഴിച്ച് ഇറങ്ങുമ്പോൾ 5000 രൂപ കടത്തിലാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. ഒന്നും മുന്നിൽ കാണാനില്ലാതെ പ്രാർത്ഥന മാത്രം, കണ്ണുനീര് മാത്രം ആയുധമാക്കി ഞങ്ങൾ മുൻപോട്ട് ജീവിച്ചു. കർത്താവ് ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി നൽകി. ഞങ്ങൾ ശുശ്രൂഷിച്ച സഭകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതിന് അവിടെയൊക്കെ വന്ന് കണ്ടാൽ ചിന്തിക്കുക, ഇവിടെയൊക്കെ നിങ്ങൾ താമസിക്കുന്നു ചോദിക്കും. അതുപോലുള്ള ഞെരുക്കമുള്ള പാഴ്സനേജുകൾ, ഒറ്റ മുറിക്കകത്ത് 2 കട്ടിൽ ചേർത്തിട്ട് ആ കട്ടിലിടാനുള്ള സൗകര്യം മാത്രമേ അവിടെ ഉള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ടി. 16 വർഷം ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് ഓർത്തോണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കളുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ പരിഹസിക്കുമായിരുന്നു. 2 പെൺകുട്ടികളെയും കൊണ്ട് അവൻ നടക്കുന്നു, ഇത്രയും കാലമായി സുവിശേഷ വേലയാന്ന് പറഞ്ഞ് നടന്നിട്ട് അവൻ ഒന്നുമില്ല. അവനാകെ അവനിങ്ങനെ പിച്ചക്കാരനെ പോലെ, നമ്മളെ ഈ ഭിക്ഷക്കാരെ കാണുമ്പോൾ എങ്ങനെയോ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്തിരുന്നേ. സ്തോത്രം. ഒത്തിരി ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുണ്ടല്ലോ കണ്ണുനീരോടെ ദൈവത്തിനെ നിലവിളിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്കൊരു ഭവനം തരണം. അപ്പൊ അതിനകത്തൊരു രസമുണ്ട്. കർത്താവ് ഭവനം തന്നാൽ എവിടെ കൊണ്ടുവയ്ക്കും? സ്ഥലമില്ലാതെ. അപ്പൊ ഭവനം മാത്രം പോരാ, സ്ഥലം തരണം, വസ്തു തരണം. സ്തോത്രം. എത്ര വർഷം പ്രാർത്ഥിച്ചെന്നറിയാമോ? നീണ്ട 16 വർഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 16 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. വിഷയത്തിന് മറുപടിയില്ല. ഞങ്ങള് ഒരു പേപ്പറിനകത്ത് കുറെ ഇത് എഴുതിയൊക്കെ വെച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഈ പേപ്പറെല്ലാം ഞങ്ങളുടെ നിന്ന് പോയി. ഞങ്ങൾ 2 കൂടെ ഒരു തീരുമാനമെടുത്തു. ഞാനും വൈഫും കൂടെ ഒരു തീരുമാനമെടുത്തു. ഈ കോവിഡ് വരുന്നതിന് തൊട്ട് മുൻപ് ഒരു തീരുമാനമെടുത്തു. ഇനി വീടിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇനി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്, പെൺകുഞ്ഞുങ്ങളാണ്. അവരെ പഠിപ്പിച്ച് അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് പ്രാരാബ്ദങ്ങളൊന്നുമില്ല, പാഴ്സനേജിൽ തന്നെ താമസിക്കാം. നമ്മുടെ ജീവിതം പാഴ്സനേജിൽ കഴിഞ്ഞോളും, കുഴപ്പമില്ല, പെൺകുഞ്ഞുങ്ങളല്ലേ, അവരങ്ങ് പോവല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ചില ഇതിനകത്തിരിപ്പുണ്ട്. ചില വിഷയം പ്രാർത്ഥിച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി ഇതിന് പ്രാർത്ഥിക്കണ്ട, ഇനി ഇതിനകത്തൊരു മറുപടി വരും. സ്വർഗം ചോദിക്കുന്നു, കർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്ന ആരാണ്? ദൈവം പ്രവർത്തിക്കേണ്ട വിഷയത്തിനകത്ത് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ നമ്മൾ ആരാണ്?
നമുക്ക് ആരാണ് അതിന് അധികാരം തന്നിരിക്കുന്നത്? ദൈവാത്മാവ് ഇടപെടുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥിച്ചും അടുത്ത വിഷയത്തിനകത്ത് വിടുതൽ വരുന്നുണ്ട്. ദൈവമക്കളെ, വിശ്വസിക്കാൻ ഈ 19ാമത്തെ രാത്രിയിൽ ഇത് പറയാനാ എനിക്ക് നിയോഗം. എന്നെ ഇത് പറയാനാ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയണമോ, ഞങ്ങൾ ഈ കോവിഡ് വന്നു ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ഭാരപ്പെട്ടു. സഭക്കാരെല്ലാം ആകെ വിഷമത്തിലായി. ആരും ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുക. സ്തോത്രം. എല്ലാം ബുദ്ധിമുട്ടിലായി. സ്തോത്രം. ഞങ്ങളൊരു തീരുമാനമെടുത്തു. ആഴ്ചയിൽ 3 ദിവസം മെസ്സ് അടയ്ക്കുക. വൈഫ് പറഞ്ഞു, ഇനി ആഴ്ചയിൽ 3 ദിവസം മെസ്സ് വർക്ക് ചെയ്യത്തില്ല. വീട്ടിനകത്തെ കിച്ചൺ വർക്ക് ചെയ്യത്തില്ല. കിച്ചൺ അടച്ചു. 3 ദിവസം ഫാസ്റ്റിംഗ്. ഒരാഴ്ചയിൽ 3 ദിവസം ഫാസ്റ്റിംഗ്. ഞങ്ങൾ 3 പേരും പുള്ളിക്കാരിക്ക് പിന്തുണ നൽകി. ഞങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് 4 പേർക്കും ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കാം. ശക്തമായ പ്രാർത്ഥനകൾ തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ 4 പേര് മാത്രം ഞങ്ങളുടെ പാഴ്സനേജിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, അവിടെ ആള് കൂടിയിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു വണ്ടി പോലീസ് വന്ന് ഞങ്ങളുടെ വീട് വളഞ്ഞ് അവർ വീട്ടിനകത്ത് റെയ്ഡ് ചെയ്യാൻ കയറുന്ന പോലെ അവർ കയറി വന്നപ്പോൾ ഞങ്ങൾ 4 പേരും ബൈബിള് താഴെ പായിട്ട് 4 പേര് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് വന്ന് ചോദിച്ചു, ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു 4 പേര്. എണ്ണി നോക്കാൻ പറഞ്ഞു. 4 പേര്. അപ്പൊ അവര് തിരിച്ചു മറിച്ച് എണ്ണിയിട്ട് 4 പേരേ ഉള്ളൂ. പുറത്ത് ആ പ്രാർത്ഥന ചെന്നപ്പോ 40 പേര് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥന ചെന്നേ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും അല്ല ദൈവമക്കളെ. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഈ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിൽ ചെന്നു. ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോലും ഭവനത്തിലില്ലായിരുന്നു. ആ സമയത്ത് മൂത്ത കുഞ്ഞ് അഭിഷേകത്താൽ നിറയപ്പെട്ടത്. അന്യഭാഷകളിൽ അവൾ ദൈവത്തെ ആരാധിച്ചത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കാ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇതുപോലൊരു സൂം മീറ്റിംഗ് ആരംഭിച്ചത്. ആരോ എനിക്കറിയാൻ വയ്യ, ഒരു സൂം മീറ്റിംഗ് ആരംഭിച്ചു. അതിനകത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു മീറ്റിംഗിന് ഒന്ന് കയറണേ. പ്രസംഗിക്കാനൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് അതിന്റെ ഐഡിയ തന്നു. ഞാൻ അതിനകത്ത് ഇങ്ങനെ കയറിയിരുന്നു. പാസ്റ്റർ ഷാജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറിയിരുന്നു. സ്തോത്രം. അപ്പൊ അതിനകത്ത് വന്നയാള് എന്റെ പേര് കണ്ടിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അതിനകത്ത് വചന ശുശ്രൂഷയ്ക്കുള്ള അവസരം. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. 16 വർഷം പ്രാർത്ഥിച്ചു മടുത്ത വിഷയത്തിന്റെ വിടുതൽ ദൈവം അവിടെ വെച്ചിരുന്നേ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഏത് യോഗത്തിലാണ് നമ്മുടെ വിടുതലിരിക്കും നമുക്ക് അറിയത്തില്ല കേട്ടോ. സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളുടെ വഴികളെ തുറന്നു. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടി. നിങ്ങൾക്കറിയാമോ, ചാത്തന്നൂര് തിരുവനന്തപുരം കൊല്ലം ഹൈവേയുടെ സൈഡിൽ 1 കിലോമീറ്റർ മാറി 8 സെന്റ് സ്ഥലവും അതിനകത്ത് 1200 സ്ക്വയർ ഫീറ്റ് മനോഹരമായ ഒരു ഭവനവും 1 രൂപ കടമില്ലാതെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. നിലവിളിക്കാൻ അറിയാമെങ്കിൽ വഴി തുറക്കുന്നൊരു സ്വർഗമുണ്ട്. എന്നെ നിന്ദിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ, പരിഹസിച്ചില്ലേ? സ്തോത്രം. അവരിന്ന് ആഗ്രഹിക്കുക ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ. എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ബിസിയാണ്. പലരും വിളിച്ചു. ഞാൻ പറഞ്ഞു തിരക്ക. ഒരു കാലത്ത് നമ്മളെ നിന്ദിച്ചവരാ. ചിലരൊക്കെ ഇവിടെ വന്നിട്ട് അളന്നിട്ട് പോയി. 4 സൈഡും അളന്ന് നോക്കിയിട്ടൊക്കെ പോയി. ഈ വീടിന്റെ ഇതുമൊക്കെ നോക്കി അളന്നിട്ട് പോയി. എനിക്ക് ദൈവം സ്വന്തമായിട്ട് തന്ന ഭവനത്തിലിരുന്ന ദൈവത്തിന് മഹത്വം കരയറ്റുന്നത്. ഞങ്ങൾ താമസിച്ച പാഴ്സനേജ് ഷീറ്റിട്ട് ഏറ്റവും താണു കിടക്കുന്നതുകൊണ്ട് ഈ ചൂട് സമയമാകുമ്പോൾ ഭയങ്കര ചൂടാ. ആസ്പെറ്റോ ഷീറ്റിനകത്ത് കിടക്കാനൊക്കത്തില്ല, ഭയങ്കര ചൂടാ. രാത്രിയിലൊക്കെ ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് വീശുമായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്നറിയാമോ, ഞങ്ങൾക്ക് അവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലൈൻ ഉണ്ട്. ആ പൈപ്പിനകത്ത് ഞാൻ ഓസ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളം ചീറ്റിച്ച് ഈ ഷീറ്റ് മൊത്തം നനയ്ക്കും. വൈകിട്ടാകുമ്പോൾ ആളുകളെല്ലാം കളിയാക്കേണ്ട, പാസ്റ്റർ വീട് നനയ്ക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് ചൂട് ഭയങ്കരമാണ്, കിടക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് നനയ്ക്കുക. ഇത് അപ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, തണുപ്പ് കിട്ടും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ഭവനം പണിത് ഞങ്ങൾ താമസം തുടങ്ങി 2ാമത്തെ ദിവസം ഞങ്ങളുടെ ബെഡ്റൂമുകൾ ഒരാൾ എയർ കണ്ടീഷൻ ചെയ്തു തന്നു. ദൈവം വിശ്വസ്തനാണ്. കണ്ണുനീരൊഴുക്കുന്ന വിഷയം ദൈവാത്മാവ് നിങ്ങളിങ്ങനെ സ്തോത്ര സംശയത്തോടിരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് ചില വീടുകളിൽ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സമർപ്പിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ വിടുതലിന്റെ ചില കോളുകൾ ദൈവാത്മാവ് നിങ്ങൾക്ക് തരും കേട്ടോ. വിടുതലിന്റെ ചില സ്തോത്രം, ചില കോണ്ടാക്റ്റുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. എവിടെയാ നമ്മുടെ വിടുതൽ ഇരിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. സ്തോത്രം. അപ്പൊ വിടുതൽ വരുന്നുണ്ട്.
പക്ഷെ അതിനെ മറച്ചു കളയുന്ന ഒരു പോരുണ്ട് അല്ലെ. അത് കർത്താവിന്റെ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. 22 വാക്യത്തിൽ കണ്ടോ, യോബ് 37:22, വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു. അപ്പോ മറച്ചു കളഞ്ഞ ആ പ്രകാശം എന്താണെന്നറിയാമോ? സ്വർണ്ണ ശോഭയായിരുന്നു. ഈ സ്വർണ്ണ ശോഭ വെളിപ്പെടാതിരിക്കാൻ വേണ്ടി മറച്ചു കളഞ്ഞൊരു മണ്ഡലം ഉണ്ടായിരുന്നു. അതിനെ പരിശുദ്ധാത്മാവ് കാറ്റയച്ച് ഇന്ന് രാത്രി ആ മേഖലയെ തകർക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഈ മക്കളെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മൾ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കാതെ ഈ വചനം ഒന്ന് റിസീവ് ചെയ്യാൻ നമ്മളൊന്ന് ഒന്ന് സമർപ്പിച്ചു കൊടുത്തു നോക്കിയേ. സ്തോത്രം. നമ്മുടെ ഭവനങ്ങളിൽ ഈ സ്വർണ്ണ ശോഭയുടെ വിടുതൽ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. ഇവിടെ നിന്നാണ് ഈ വിടുതൽ വരുന്നതെന്ന് ഒരു വേള നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇത് വരുന്നത് സർവശക്തന്റെ ചുറ്റും നിന്നുള്ള ഭയങ്കര തേജസ് വരാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ വാക്യങ്ങൾ, ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ മുൻപിൽ ഒരു വിടുതലും നമ്മൾ കാണത്തില്ല, ഒരു വിടുതലും കാണത്തില്ല, ഒരു വിടുതലും കാണത്തില്ല. സ്വർഗം നമ്മെ നടത്തുന്ന വഴികൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവവൈതലെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ നിവൃത്തിയില്ലാതെ, LKG UKG വിടുവാൻ നിവൃത്തിയില്ലാതെ ഞാനും വൈഫും കൂടെ ഒരു തീരുമാനമെടുത്തു, കുഞ്ഞുങ്ങളെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാം. ആ വർഷം വിടുന്നില്ല. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു ദർശനം കണ്ടു. എനിക്ക് യൂറോ വരുന്നു, യൂറോ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് യൂറോ എവിടാന്ന് നോക്കി. അപ്പൊ അയർലൻഡിൽ നിന്നാ യൂറോ, അയർലൻഡാ. അപ്പൊ ഒരു യൂറോയുടെ വില നോക്കി, ഭയങ്കര വിലയാ. 10 യൂറോ കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, യൂറോ വരുന്നുണ്ട്, യൂറോ. സ്തോത്രം, യൂറോ വരുന്നുണ്ട്. അയർലൻഡിൽ നന്മ വരണമെങ്കിൽ അയർലൻഡിൽ ഞാൻ പോകണമെന്നില്ല, ആ നന്മ ഇവിടെ വരുമെന്ന്. ദൈവമക്കളെ, രാജ്യങ്ങളുടെ വാതിൽ നിങ്ങളുടെ തലമുറകൾക്ക് മുൻപാകെ ദൈവം തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യും. തലമുറകൾക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ട ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവാത്മാവ് നിങ്ങളെ നോക്കി തന്നെ ദൂത് പറയുന്നു. ആ വാതിൽ സ്വർഗം ഇന്ന് രാത്രി തുറന്നിടുകയാ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ പ്രവേശിക്കും. അവർ അവിടുത്തെ നന്മകൾ അനുഭവിക്കും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പിറ്റേ ദിവസം എനിക്ക് അയർലൻഡിൽ നിന്ന് ഒരു കോൾ വരുക. എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ പറയത്തില്ല, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാണ്, ആറുപിശുക്കനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പാസ്റ്ററെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തോന്ന്. ആദ്യത്തെ കോളാ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്രാവശ്യം ചേർക്കുന്നില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ചേർക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ല എന്നാലും ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടുന്നില്ല, വീട്ടിൽ ഇരുത്തി ഞങ്ങൾ അക്ഷരം പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ പോയി തിരക്കാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ രണ്ടുപേരും സ്കൂളിൽ ചേർക്കുന്നതിന് എത്ര രൂപയാവുന്നു. അന്ന് 2 പേർക്കും കൂടെ 6000 രൂപ മതി. 2 പേർക്കും കൂടെ 6000 രൂപ മതി. ഞാൻ പോയി തിരക്കിയിട്ട് പുള്ളിയോട് വിളിച്ചു പറഞ്ഞു, 6000 രൂപ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാം. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ സഭാഗോളിനകത്ത് പായിട്ട് നിലവിളിച്ച നിലവിളി ഉണ്ടല്ലോ, സ്വർഗം കേട്ടു. 6000 രൂപ അയർലൻഡിൽ നിന്ന് യൂറോ മാറിയ കാശ് എന്റെ അക്കൗണ്ടിൽ വന്നു. അന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തതാ. ഇന്ന് മൂത്ത കുഞ്ഞ് CBSE സിലബസിൽ തന്നെ 12ാം ക്ലാസ് പഠിച്ചിറങ്ങുക. രണ്ടാമത്തെ കുഞ്ഞ് CBSE സിലബസിൽ തന്നെ 12ാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുക. ഒരു മാസം ഒരു ക്ലാസ്സുകളിലും ലേറ്റ് ഫീ ഞങ്ങൾ അടച്ചിട്ടില്ല. ഏറ്റവും ആദ്യം ഫീസ് അടയ്ക്കുന്ന ഞങ്ങളാ. ഉണ്ടായിട്ടല്ല, കർത്താവ് തന്നിട്ടാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. കർത്താവ് വിശ്വസ്തനാണ്. ചില വിടുതലുകൾ നമ്മൾ കാണത്തില്ല, പക്ഷെ സ്വർഗം ചിലത് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. നമ്മുടെ അധരങ്ങളൊന്ന് തുറന്ന് ദൈവത്തിനൊരു നന്ദി പറയണം. ഈ വചനം നിങ്ങൾ റിസീവ് ചെയ്യുന്നെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യണം. എനിക്കറിയാം ഇതിനകത്ത് ഭയങ്കര ദൈവത്തിന്റെ പ്രവൃത്തി. ഇതിനകത്ത് ഈ വചനം എന്താണെന്നറിയാൻ വയ്യാത്ത ചിലർ ഇതിനകത്ത് ജോയിൻ ചെയ്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്വർഗം തുറക്കും. ഈ വചനം നിങ്ങളുടെ ഉള്ളിനകത്ത് ആഴമായ നിലയിൽ ക്രിയ ചെയ്യും. അതിനകത്ത് ഭയങ്കര വിടുതലുകൾ ദൈവം വെച്ചിട്ടുണ്ട്. വചനത്തിൽ ആശ്രയിച്ച് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് അതിനകത്ത് ഭയങ്കര വിടുതലാണ് ദൈവം വെച്ചേക്കുന്നത്. സ്തോത്രം. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ ഭയങ്കര നമുക്കത് നമ്മുടെ ബുദ്ധിക്കോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. സംഖ്യാപുസ്തകം 15ാം അധ്യായത്തിന്റെ 31ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നെടുക്കണം ദൈവാത്മാവ് ആ വാക്യങ്ങൾ. എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ വേഗത്തിൽ സ്തോത്രം ഞാൻ അവസാനിപ്പിക്കും. സംഖ്യാപുസ്തകം 15ന്റെ 31 നമ്മൾ വായിക്കുന്നതേ, ദൈവാത്മാവ് ചില അത്ഭുത പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. 15ന്റെ 31 മുതൽ. അനന്തരം യഹോവ അയച്ചൊരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറഞ്ഞു. കൈകൊണ്ട് എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ചില നന്മകൾ ദൈവം പാളയത്തിന് ചുറ്റും കൊണ്ടുവരുക. മനസ്സിലാകുന്നുണ്ടോ? അതാ ഈ വചനം. കൈ കൊണ്ട് എത്തിപ്പിടിച്ചാൽ മതി. വിശ്വസിച്ചുകൊണ്ട് പിടിക്കാമോ?
ഈ രാത്രിയിൽ ദൈവത്തിന്റെ കാറ്റ് വന്ന് സ്തോത്രം ചിലതിനെ വെളിവാക്കുമ്പോൾ നാം താമസിക്കുന്ന പാളയത്തിന് ചുറ്റും കൈ എത്തി പിടിക്കത്തക്ക നിലയിൽ നന്മകൾ ദൈവം കൊണ്ടുവരുക. സ്തോത്രം. കൈ എത്തി പിടിക്കത്തക്ക നിലയിൽ നമ്മൾ വിശ്വാസത്തോടെ പിടിച്ചാൽ മതി. കൈ എത്തി പിടിക്കത്തക്ക നിലയിലാണ് നന്മകൾ വരുന്നത്. കണ്ടോ, അന്ന് മുഴുവനും ജനം എന്ത് ചെയ്തു? എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടിയവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. മതി വരുവോളം നന്മകൾ തരുന്നുണ്ട് നമ്മുടെ ദൈവം. മതി എന്ന് പറയുവോളം, മതി കർത്താവേ എന്ന് പറയുവോളം നന്മ തരുന്നവനാ എന്റെ സ്വർഗം. കേട്ടോ, വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സ്വർഗം ഇന്ന് രാത്രി, എനിക്കറിയത്തില്ല, ചില പ്രിയപ്പെട്ടവരോട് ഹൃദ്യമായി സംസാരിക്കുന്നു. ദൈവാത്മാവിന്റെ ഇടപെടൽ ചില ഭവനങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൈ എത്തി പിടിക്കത്തക്ക നിലയിൽ ചില നന്മകൾ വന്ന് കൈവിട്ടു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ കാറ്റ് കടന്ന് അവയെ നമ്മുടെ പാളയത്തിനടുത്ത് കൊണ്ടുവരും. ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കുന്നതിന് മുൻപ് ചില നന്മകൾ നമ്മുടെ പാളയത്തിനടുത്തേക്ക് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ദൈവാത്മാവ് ചില നന്മകൾ കൊണ്ടുവരുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അതേ വിഷയത്തിനകത്താണ് വിടുതൽ വരുന്നത്. സ്തോത്രം. ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത് അതേ വിഷയത്തിനകത്താണ് വിടുതൽ വരുന്നത്. ദൈവമക്കളെ, നെഹമ്യാവിനെ ദൈവം ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. എന്താണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വേഗത്തിൽ ഓടി വന്നേ. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നെഹമ്യാവ് 1-ാം അധ്യായം 3-ാം വാക്യം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ നെഹമ്യാവിനെ ദൈവം ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നിയോഗം ഉണ്ടായി. ആ പ്രവൃത്തിയിൽ താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഹിൻഡ്രൻസസ് ഉണ്ട്. അതെങ്ങനെ താൻ ഓവർകം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നെഹമ്യാവ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു, ഹിൻഡ്രൻസസ് വന്നു. അതെങ്ങനെയാണ് നെഹമ്യാവ് തരണം ചെയ്തത്, ഓവർകം ചെയ്തത്? അതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദൈവം ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഒത്തിരി തടസ്സം ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമുക്ക് എന്താണ് നെഹമ്യാവ് ഈ പ്രവൃത്തികൾ ചെയ്യാനുള്ള കാരണം എന്ന് നോക്കും. ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുന്നത്, തടസ്സങ്ങളല്ല പറയാൻ പോകുന്നത്, നെഹമ്യാവ് ഈ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ നെഹമ്യാവ് അതിന്റെ പിന്നിൽ സ്തോത്ര ആ ദൈവ പ്രവൃത്തി എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, യെരൂശലേമിന്റെ പ്രതിരോധം ബലഹീനമായി കിടക്കുകയാണ്. യെരൂശലേമിന്റെ പ്രതിരോധം, the defenses of Jerusalem is weakened. പ്രതിരോധം വീക്കായി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ശത്രു അകത്ത് പ്രവേശിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശക്തമായിട്ട് ദൈവസ്ഥിതി നിലവിളിച്ചില്ലെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള മതില് വീക്കായി പോയാൽ, ബലഹീനപ്പെട്ടു പോയാൽ ഏത് സമയത്തും ശത്രു അകത്ത് കയറി വരും. ശത്രു അകത്ത് കയറി വരാതിരിക്കുവാൻ വേണ്ടി ഒരു മതിൽ നമ്മുടെ ചുറ്റും ദൈവം തന്നിട്ടുണ്ട്. ആ മതിൽ വീക്കായി പോയിട്ടുണ്ടെങ്കിൽ ശത്രു അകത്ത് കയറി വരും. പ്രശ്നം ഭയങ്കര സങ്കീർണമാണ്. ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ മതിലുകളെ ഒന്ന് ബലപ്പെടുത്താനാണ്. വീക്കായി കിടക്കുന്ന, ബലഹീനപ്പെട്ടു പോയ മതിലുകൾ ബലപ്പെടുവാൻ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുകയാണ്. നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ കോട്ടകൾ തകർന്നു പോയാൽ, മതിലുകൾ തകർന്നു പോയാൽ ഉള്ള സംഭവം എഴുതിയിട്ടുണ്ട്. നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സംഹാരകൻ നിനക്കെതിരെ മതിലുകൾ തകർന്നു പോയാൽ സംഹാരകൻ നിനക്കെതിരെ കയറി വരും. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലേ? ഞാൻ ഈ വചനം മാത്രമാണ് പറയുന്നത്, അതിനകത്ത് വേറെ ഒന്നും എനിക്ക് ആടിയാനില്ല. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളണം. അപ്പൊ മതിൽ ഇടിഞ്ഞു പോയാൽ സംഹാരകൻ അകത്ത് കയറും. ഈ പ്രാർത്ഥനകളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മതിലുകൾ കെട്ടിപ്പൊക്കി അതിനകത്തൊരു ഒരു ഭക്തിയുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗം നമുക്ക് അവസരം തരികയാണ്. സ്തോത്രം. അപ്പൊ കോട്ട കാത്തുകൊള്ളണം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. പിന്നെ വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അപ്പൊ യെരൂശലേമിന്റെ ഡിഫൻസസ് എല്ലാം വീക്കായി കിടക്കുക.
സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് തിരിച്ചറിയണം, നമ്മുടെ പ്രതിരോധം, ശത്രുവിനെതിരെയുള്ള പ്രതിരോധം എവിടെയെങ്കിലും ബലഹീനപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി അത് ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞു പോയെങ്കിൽ, വചനധ്യാനത്തിന്റെ മതിൽ ഇടിഞ്ഞു പോയെങ്കിൽ, വിശുദ്ധിയുടെ മതിൽ ഇടിഞ്ഞു പോയെങ്കിൽ, അതിഥി സൽക്കാരത്തിന്റെ മതിൽ ഇടിഞ്ഞു പോയെങ്കിൽ, സ്തോത്രം, വിശുദ്ധ ജീവിതത്തിന്റെ മതിൽ ഇടിഞ്ഞു പോയെങ്കിൽ, ആത്മീയ ജീവിതത്തിന്റെ മതിൽ എവിടെയെങ്കിലും വീക്കായിട്ട് അതുവഴി ശത്രു അകത്തു കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില പണികൾക്കായി ദൈവം നമ്മെ നിയോഗിക്കുമ്പോൾ നമ്മുടെ ഡിഫൻസസ് വീക്കാകാൻ പാടില്ല. സ്തോത്രം, പ്രതിരോധം ഉറപ്പിച്ചു കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, സ്തോത്രം, ഒരു വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ മനസാന്നിധ്യം ഭയങ്കരമാണ്. മനസാന്നിധ്യം വേണം. മനസാന്നിധ്യം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും. നെഹമ്യാവ് 1:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ. മതി, നമുക്കറിയാം, ഒരു മനസാന്നിധ്യം വേണം. ഇത് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായാൽ, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെ, മനസാന്നിധ്യം നമ്മൾ വീണ്ടെടുക്കണം. നമ്മളങ്ങ് മനസ്സുകൊണ്ട് തകർന്നു പോയാലോ, ചില വിഷയങ്ങളിൽ നമ്മളങ്ങ് വീക്കായി പോയാൽ എന്തോ ചെയ്യും? ശത്രു ആ നിലയിൽ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, വചനം വായിക്കാൻ ഒക്കത്തില്ല, നമുക്ക് ആത്മീയ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ആ നിലയിൽ മനസ്സിനെ ശത്രു തകർത്തു കളയും. സ്തോത്രം, അല്ലെ? ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും മനസ്സ് തകർന്ന നിലയിൽ ഇതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവാത്മാവ് ഇടപെടുന്നു. മനസാന്നിധ്യം വീണ്ടെടുക്കണം. ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുമ്പോൾ ആ മനസാന്നിധ്യം നമുക്ക് തിരിച്ചു കിട്ടും. സ്തോത്രം. നമ്മുടെ ആ വിൽ പവർ, അല്ലെ, ആ മനസാന്നിധ്യം നമ്മൾ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ശത്രു നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ നിൽക്കുന്നത് കാണാനായിട്ട് ഇടയായി. നമ്മൾ അധൈര്യപ്പെട്ട് നിൽക്കുന്നത് ശത്രു കണ്ടാൽ അവനകത്ത് കയറി വരും. ഇന്ന് രാത്രിയിൽ നമ്മൾ ചില മേഖലകളിൽ ധൈര്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചില മേഖലകളിൽ ദൈവത്തിന്റെ മക്കൾ, സ്തോത്രം, 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 ഹല്ലേലൂയ, നമ്മളൊന്ന് ധൈര്യപ്പെടണം. മനസാന്നിധ്യം വീണ്ടെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ 19ാമത്തെ ദിവസം ആരൊക്കെയോ പ്രബോധിപ്പിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിനെ ഇടിച്ചു കളയുന്ന പോരുകൾ, സ്തോത്രം, ദൈവമക്കളുടെ മനസാന്നിധ്യത്തെ കെടുത്തിക്കളയുന്ന, ധൈര്യത്തെ കെടുത്തിക്കളയുന്ന ചില വിഷയങ്ങൾക്കകത്തിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന പോരുകൾ ഇന്ന് രാത്രിയിൽ അത് അഴിഞ്ഞു മാറണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യെരുശലേമിന്റെ ഡിഫൻസസ് വീക്കായി പോയി. അത് സ്തോത്രം, നെഹമ്യാവ് കാണുകയാണ്. രണ്ടാമത് അദ്ദേഹം അത് പണിയാനുള്ള മനസാന്നിധ്യം വീണ്ടെടുക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഉപവാസത്തോടും കരച്ചിലോടും കൂടെ. ദൈവാത്മാവിൽ ഞാൻ പറയാം, ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയാത്ത ചില വഴികളിലൂടെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരെ കൊണ്ടുപോകുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ കർത്താവിന്റെ അഭിഷക്ത ദാസിക്ക് ദൈവം ഇങ്ങനെ ഒരു നിയോഗം കൊടുത്തത് ആ ദൈവദാസിയുടെ കുടുംബത്തിന് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നും അല്ല കേട്ടോ. ഇതിനകത്ത് ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന ചില കുടുംബങ്ങൾ ഒരു പ്രത്യേക നിലയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ, സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യണം കേട്ടോ. പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങുകൾ കഴിയുന്നതിന് മുൻപ് ഒരു പ്രത്യേക അഗ്നിയുടെ അഭിഷേകം ചിലരുടെ മേൽ ഇന്ന് രാത്രി അയക്കുന്നത് ആത്മാവിൽ ഞാൻ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുന്നു. ചില പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിടക്കുന്നത് കടലുകൾക്കപ്പുറത്താ, രാജ്യങ്ങൾക്കപ്പുറത്താ. സ്വർഗം ഇടപെടുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് അതിന്റെ വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. കടലുകൾ കടന്ന് അപ്പുറത്ത് കിടക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗം കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മൂന്നാമതായിട്ട് അവിടെ കാണുന്നത്, ഒത്തിരി വാക്യങ്ങള് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമ്മൾ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക്. നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ കേട്ട് അടുത്തൊരു വാക്യമാണ്. വിശദീകരിക്കുന്നില്ല. നമ്മുടെ മനസാന്നിധ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടാ കേട്ടോ. ദാവീദേ ഗോലിയാത്തിന്റെ നേരെ ഓടുമ്പോൾ അദ്ദേഹം ഓടിയത് ഒരു മനഃശക്തിയോടുകൂടെയാണ്. അദ്ദേഹം ഭീരുവായിരുന്നെങ്കിൽ ഗോലിയാത്തിനെ കാണുമ്പോൾ തന്നെ മുട്ടടിച്ച് താഴെ വീണേനെ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ മുഴുവനും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന മേഖലയിലാണ്
ദാവീദ് ഓടുന്നത്. ദാവീദ് ഓടുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാനിതാ വരുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര ധൈര്യം സ്വർഗം എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏതോ മേഖലകളിൽ ദൈവാത്മാവ് സ്തോത്രം തകർന്നു പോയ ചില ഹൃദയത്തെ ഇന്ന് രാത്രി ഈ യോഗത്തിൽ അതിനെ ദൈവാത്മാവ് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതോ മേഖലയിൽ തകർന്നു പോയി ഇനി ഒരിക്കലും എനിക്ക് ഈ മനസാന്നിധ്യം വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവാത്മാവ് ചില മനസ്സുകളെ ഇന്ന് രാത്രി ബലപ്പെടുത്തുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിലവിളിച്ചോ ദൈവവേദലേ. ഈ വചനത്തിന്റെ ദൂതിൽ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കും കേട്ടോ. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് നിലവിളിച്ചതിനകത്ത് വന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. എന്നോട് സംസാരിക്കണമേ, എന്നോട് മാത്രം സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തിയെ നോക്കി തന്നെ ദൂത് പറയുന്നു. നിന്റെ മനസാന്നിധ്യം സ്വർഗം തിരിച്ചു തരുന്നു, ധൈര്യം തിരിച്ചു തരുന്നു. വിശ്വസിക്കുവാൻ ഇന്ന് മനസ്സുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ദൈവം ഒരു വേല നമ്മളെ ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഒരു സേവന മനോഭാവം, ത്യാഗ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. സാക്രിഫിഷ്യൽ സർവീസ് ആണ് നമുക്ക് വേണ്ടുന്നത്. സാക്രിഫിഷ്യൽ സർവീസ്, ഒരു ത്യാഗ മനോഭാവം അല്ലെ. നെഹമ്യാവിന്റെ പുസ്തകം തന്നെ 2:5 വായിച്ചാൽ നമുക്കത് കാണാം. രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദായിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക്. നിങ്ങൾ 2 മുതൽ വായിച്ചാൽ നമുക്കറിയാം, രാജാവ് എന്നോട് നിന്റെ മുഖം മാടിയിരിക്കുന്ന എന്ത്? രാജാവിന്റെ മുൻപിൽ മുഖം മാടിയിരിക്കാൻ ഒക്കത്തില്ല, പാനപാത്രമാകാനാ. അത് മുഖം മാടി രാജസനിൽ ഇരിക്കാൻ ഒക്കത്തില്ല. അടുത്തത്, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. അപ്പൊ ദീനമില്ലാതെയും മുഖം മാടിയിരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ദീനമില്ല, ടെസ്റ്റ് എല്ലാം ചെയ്തു, ദീനമില്ല. ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു, സ്കാനിങ് എടുത്തു, എക്സ്റേ എടുത്തു, പിന്നെ എക്കോ എടുത്തു, CT എടുത്തു, MRI എടുത്തു. ഇതിനകത്തൊന്നും തെളിയുന്നില്ല. ഇതിനകത്ത് തെളിയുന്ന വിഷയമല്ല ദൈവമക്കളെ നമ്മുടെ വിഷയം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ടെസ്റ്റുകൾ മാറി മാറി നടത്തിയിട്ടും തെളിയാത്ത വിഷയങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കണ്ണിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ചില രോഗങ്ങളെ ഇന്ന് രാത്രി വേരോടെ പിഴുതെറിയും. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവമക്കളെ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. നിങ്ങൾക്കറിയാമോ, കേസുള്ളവൻ വക്കീലിന്റെ അടുത്ത് പോകും, കണ്ണിന് സുഖമില്ലാത്തവൻ ഐ ഡോക്ടറെ കാണാൻ പോകും, തൊണ്ടയ്ക്ക് സുഖമില്ലാത്തവൻ ENT കാണാൻ പോകും, ഹാർട്ടിന് സുഖമില്ലാത്തവൻ ഹാർട്ടിന്റെ ഡോക്ടറെ കാണാൻ പോകും, എല്ലിന് അസുഖമുള്ളവൻ ഓർത്തോയെ കാണാൻ പോകും അല്ലെ. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു ദൂത് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ അവിടെ കേസുള്ളവൻ വരും, കണ്ണിന് അസുഖമുള്ളവൻ വരും, തൊണ്ടയ്ക്ക് അസുഖമുള്ളവൻ വരും, നെഞ്ചിന് അസുഖമുള്ളവൻ വരും, കാലിന് അസുഖമുള്ളവൻ വരും, അസ്ഥി ഒടിഞ്ഞവൻ വരും. പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ എല്ലാത്തിന്റെയും വിഷയത്തിന് വിടുതലുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ എല്ലാറ്റിന്റെയും സ്പെഷ്യലിസ്റ്റാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കടമുള്ളവൻ വരും, പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരും. അവൻ ബാങ്ക് ഉണ്ടായിട്ടല്ല, കടം തീർക്കുന്ന ഒരു സ്വർഗമുണ്ട്. അസുഖമുള്ളവൻ വരും, അത് ഏത് ശരീരത്തിന്റെ ഏത് പാർട്ടാണെങ്കിലും കുഴപ്പമില്ല, സ്വർഗം അതിനകത്ത് ഇടപെടുവാനിടയായി തീരും. ദൈവമേ, ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല കേട്ടോ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. കർത്താവിനാൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനകത്ത് അത്ഭുതങ്ങൾ കാണാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. എനിക്ക് സ്തോത്രം നൽകിയ സമയത്തിനുള്ളിൽ ഞാൻ നിർത്തും. എന്നാലും ദൈവാത്മാവ് പറയുന്ന ആലോചന പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇതിനകത്ത് ശക്തമായ ദൈവപ്രവൃത്തി എന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സ്തോത്രം. ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. ഇത് ചുമ്മാതെ പറയുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്നവർ കുറവാ. എല്ലാവരും ഇങ്ങനെ മൊബൈൽ ഫോണിനകത്തോട്ട് കുനിഞ്ഞു കിടക്കുക. സ്തോത്രം. എല്ലാവരും ഇങ്ങനെ വേറെ പല കാര്യങ്ങളിലോട്ട് കുനിഞ്ഞു കിടക്കുക. പക്ഷെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഓ സ്തോത്രം. ഇത് എവിടെന്നെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഒരാളിനെ കൊണ്ട് സംഭവിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ തൊടുമ്പോൾ സൗഖ്യം വരും, പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരും, നിഴൽ തട്ടുമ്പോൾ സൗഖ്യം വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മൾ വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെ നിന്നാൽ നമ്മളത് ഉപയോഗിക്കത്തില്ല. ഉറപ്പാ. നമ്മള് കാണുന്നതിനൊക്കെ വിലയിരുത്താനും കേൾക്കുന്നതൊക്കെ വിമർശിക്കാനും നിന്നാൽ ദൈവം നമ്മൾ ഉപയോഗിക്കത്തില്ല. കർത്താവിന്റെ പാദപീഠത്തിൽ നെടുമ്പാട വീഴാമെങ്കിൽ സ്വർഗം നമ്മളെ ഉപയോഗിക്കും. സ്തോത്രം. ദൈവം എന്നെ ഉപയോഗിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലും കർത്താവ് ഉപയോഗിക്കും. ദൈവമക്കളെ, എന്റെ മൂത്ത കുഞ്ഞ് പഠിക്കുന്ന ക്ലാസ്സില്
അവളുടെ ഒരു കൂട്ടുകാരിയുടെ അമ്മ അവരുടെ തൊണ്ടയ്ക്ക് തൈറോയിഡിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് ബയോപ്സിക്ക് അയച്ചു, പോസിറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നു. അപ്പൊ ഈ കുഞ്ഞു വന്ന് വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ എന്റെ കൂട്ടുകാരുടെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുക, തൈറോയിഡ് അതിന്റെ ബയോപ്സിക്ക് അയച്ചു, അത് പോസിറ്റീവ് എന്നാ പറയുന്നേ, ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ടെന്നാ പറയുന്നേ, നമുക്ക് അവിടം വരെ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹിന്ദുക്കളാവില്ലേ. ഞങ്ങള് കുടുംബമായിട്ട് ആ ഭവനത്തിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ വീട്ടിലുള്ളവരാരും അവർ ചിരിക്കുന്നില്ല. അവരുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വിളറി, പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ ആ ഭവനത്തിൽ പോയിട്ട്, ഈ അടുത്ത സമയത്ത് സംഭവിച്ചൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ ആ ഭവനത്തിൽ പോയിട്ട് ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. സൗഖ്യമാക്കുന്ന യേശുവിനെ ഞങ്ങൾ അവിടെ അവർക്ക് പരിചയപ്പെടുത്തി. ഞങ്ങൾ അവരോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പോസിറ്റീവായ ഈ വിഷയം കർത്താവ് നെഗറ്റീവാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കെട്ടുകഥ പറയുന്നതല്ല കേട്ടോ, കെട്ടുകഥ പറയുന്നതല്ല. സ്തോത്രം. പോസിറ്റീവ് എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങള് ഒരാഴ്ചക്കുള്ളിൽ ഒരു ക്യാൻസർ സെന്ററിൽ പോകുന്ന ഒരു സമയത്ത്, ക്യാൻസർ സെന്ററിലാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാനിരിക്കുക. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് അവർക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ക്യാൻസർ സെന്ററിൽ പോകണം. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ക്യാൻസർ സെന്ററിൽ പോയിട്ട് ഇവർ അത് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, ഇനി വീട്ടിൽ വിടുമെന്ന് പറഞ്ഞു. അസുഖം ഉണ്ടെങ്കിലല്ലേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അവര് ഒത്തിരി കരഞ്ഞു. അവര് പോയി, അവിടെ RCCയിൽ പോയി അവരുടെ ടെസ്റ്റ് എല്ലാം എടുത്തു. അവർക്ക് പിന്നെയും ടെസ്റ്റുകൾ നടത്തി. അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു മരുന്നും കഴിക്കേണ്ട, തൈറോയിഡിന്റെ ഗുളിക മാത്രം കഴിച്ചാൽ മതി, കാരണം തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് കളഞ്ഞതുകൊണ്ട് തൈറോയിഡിന്റെ മരുന്ന് മാത്രം കഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു അസുഖമല്ല, വീട്ടിൽ പിക്കളാ. സംഭവിക്കും കേട്ടോ. എളിയവരായ നമ്മുടെ കരങ്ങളിൽ അത്ഭുതം ദൈവം തന്നിട്ടുണ്ട്. അഡ്രസ് അന്വേഷിച്ച ആള് വരും. നമ്മൾ വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് വരത്തില്ല. നമ്മൾ വലിയ പുള്ളിയാ, അയ്യോ എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല, ഇതൊക്കെ എന്തുവാ എന്നുള്ള ഭാവത്തിലിരുന്നാൽ ആരും വരാൻ പോകുന്നില്ല. ഒരു ഭോഷനെ പോലെ ദൈവകരങ്ങളിൽ അങ്ങ് സമർപ്പിച്ചാൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കണ്ട, അന്വേഷിച്ച ആള് വരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ നടന്ന അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന് നിലവിളിക്കുന്ന ആരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്വർഗം അവരെ നോക്കി തന്നെ ദൂത് പറയുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അത് ആ കരങ്ങളിലൂടെ ചെയ്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. സ്കാനിങ് റിപ്പോർട്ടിൽ മുഴയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയി അവര് സ്കാനിങ് എടുത്തപ്പോൾ ആ മുഴ അവിടെ ഇല്ല. ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി പറയുന്നത്, ചുമ്മാതെ പറയുന്നതല്ല. സ്തോത്രം. മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിക്കണമെന്ന് പറഞ്ഞ കേസ്, കാല് മുറിക്കണം, മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കണം, പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുക, ഷുഗർ കൂടി. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ പറഞ്ഞു, ആന്റി മരിക്കുന്നിടം വരെ കാല് മുറിക്കണ്ടെന്ന് പറഞ്ഞു. ആ ആന്റി മരിക്കുന്നിടം വരെ ആ കാല് മുറിച്ചില്ല. അവരെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു, പഴുപ്പ് ഇല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. വിശ്വസിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് ചുമ്മാതെ പറഞ്ഞതല്ല ദൈവമക്കളെ. ഞാനിത് എന്തിനാ, ദൈവാത്മാവ് എന്നെ കൊണ്ട് ഇതൊന്നും പറയാൻ ഞാൻ ചിന്തിച്ചതല്ല, ആഗ്രഹിച്ചതല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ഇതിനകത്ത് ചിലരെ അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. ചില പ്രിയപ്പെട്ടവരെ സ്വർഗം ഇതിനകത്ത് അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം അവിടെ സംഭവിക്കും. ആ നിലയിലേക്ക് ആൾ മാറിയതുപോലെ ചിലതിനെ ദൈവാത്മാവ് മാറ്റിയെടുക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് നോക്കിക്കേ, അദ്ദേഹം ആ സ്തോത്രം ഒരു ത്യാഗപൂർണമായ ഒരു മനോഭാവം അദ്ദേഹത്തിന്, സ്തോത്രം, ആ ഒരു വർക്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവിന്റെ മുൻപിൽ മുഖം പാടി, ദീനമൊന്നുമില്ല. പക്ഷെ രാജാവിന്റെ മുൻപിൽ മുഖം പാടിയിരുന്നു. അപ്പോ രാജാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു പോയെന്നാ പറഞ്ഞു. കണ്ടോ? സ്തോത്രം. 3-ാം വാക്യം. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. രാജാവിന്റെ മുൻപിൽ പോലും ദുഃഖിതനായിരിക്കുന്ന നെഹമ്യാവ്, രാജാവ് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഭയപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? രാജാവിന്റെ മുൻപിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് അവിടെ ഒരു വിടുതൽ ഉണ്ടായത്. സ്തോത്രം. ചില വിഷയങ്ങൾ നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചെങ്കിൽ ഓർത്തോണം, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വരാൻ പോകുന്നത്.
ഞാൻ ആ ഭാഗം വിടുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ സ്തോത്രം, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഫേസിങ് ദ ഫാക്ട്സ്. എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ചുമ്മാതെ അങ്ങ് ഇറങ്ങി പോവാന്നു, ഞാനിതാ പണിയാൻ പോവാന്ന് പറഞ്ഞങ്ങ് പോവാന്നു അല്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ ആ കാര്യത്തിൽ ആവശ്യമാണ്. നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-16 ഒന്ന് വായിച്ചു നോക്കിയേ. 2:15-16. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്ത് കൂടെ ചെന്ന് മതിൽ നോക്കി കണ്ടു. മതിൽ നോക്കി കണ്ടു. ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ നോക്കി കണ്ടു. ആത്മാവിൽ നോക്കാമോ ദൈവമക്കളെ? നിങ്ങൾക്ക് ഇതങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ആത്മാവിലൊന്ന് നോക്കി കാണാമോ? ഒരു നൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താം. ഇന്ന് ഏതാണ്ട് 9 മണിക്ക് നമ്മൾ തുടങ്ങിയ പ്രയർ മീറ്റിംഗാ. ഈ രാത്രിയിൽ നമുക്കൊന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാമോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ഒരു പരിശോധന നടത്താൻ സ്വർഗം ഇടപെടുക. വല്ലവന്റെ പ്രവൃത്തി കയറി ചെയ്താൽ പരാജയപ്പെടും. സ്തോത്രം. വല്ലവരും ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കയറി ചെയ്താൽ പരാജയപ്പെടും. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ഏതാണെന്ന് അറിയണമെങ്കിൽ നോക്കി കാണണം. ഒരു നൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുക. സ്തോത്രം. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം 5-ാമത് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം 2:17 വായിച്ചേ. 2:17. അവനോട് അപ്പൊ സീക്കിംഗ് ഓഫ് കോഓപ്പറേഷൻ. അദ്ദേഹം മറ്റുള്ളവരുടെയും കൂടെ സഹകരണം ആവശ്യപ്പെടുക. ചില ആൾക്കാർ ഒറ്റയ്ക്ക് അങ്ങ് ചാടി പുറപ്പെടും. എനിക്ക് ആരുടെ സഹായം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പരാജയപ്പെടും. നമുക്ക് ഒരു കോപ്പറേഷൻ, സഹകരണം ആരുടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. ബ്രദറെ, ഇന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. സിസ്റ്ററെ, ഇനി വേറൊരു കാര്യമുണ്ട്. എല്ലാ വിഷയവും എല്ലാവരോടും പറയരുത്, കുഴപ്പമാവും. ചിലത് നമ്മൾ പത്രത്തിലിടേണ്ട, പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞാൽ മതി. ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. പത്രത്തിലിടുകയേ വേണ്ട. ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുകയാണ്, ഇത് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വന്നേക്കുക. നമ്മൾ പ്രാർത്ഥനാ വിഷയം പറഞ്ഞതാ, ഇത് വേറെ ലെവലിൽ വന്നേക്കുക. ചിലത് അങ്ങനെ പറയേണ്ടവരോടേ പറയാവും. ഇനി എല്ലാ പ്രാർത്ഥനാ വിഷയത്തിനും കയറി പ്രാർത്ഥിക്കരുത് കേട്ടോ. എല്ലാ വിഷയവും അയ്യോ പ്രാർത്ഥിക്കാനില്ലയോ പറഞ്ഞ് നമുക്ക് അങ്ങ് സ്തോത്രം ചെയ്താക്കാന്ന് പ്രാർത്ഥിക്കരുത്, കുഴഞ്ഞു. ഒരിക്കലും ഒരു ആന്റി ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ചർച്ചിലാ കേട്ടോ. പുള്ളിക്കാരി ആദ്യമായിട്ടാ കാണുന്ന പുള്ളിക്കാരിയെ. വന്നു പറഞ്ഞു, പാസ്റ്ററെ, എന്റെ മോന്റെ കല്യാണം വിളിക്കാൻ വന്നേ. ആദ്യമായിട്ട് കാണുക, കല്യാണം വിളിക്കുക. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കുരുക്കുണ്ട് ഇതിനകത്ത്. അപ്പൊ ഒരു കല്യാണ ലെറ്ററൊക്കെ എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം, എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? കല്യാണത്തിനാണോ? അയ്യോ അല്ല, കല്യാണം പ്രാർത്ഥിച്ചാൽ വലിയൊരു കല്യാണം നടക്കും, പക്ഷെ അവനൊരു കേസുണ്ട്, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. മോന്റെ കേസിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പ്രാർത്ഥിക്കാം. മോൻ എന്താണ് കേസ്? അതൊരു ചെറിയ കുത്തു കേസാണ്. മോന്റെ കേസ് എന്തുവാ? ചെറിയ ഒരു കുത്തു കേസ്. അത് കേട്ടപ്പോ തന്നെ ഞാനും ഇരുന്നു കസേരയിൽ. അതുവരെ നിൽക്കുമായിരുന്നു. ഞാനും കസേരയിൽ ഇരുന്നു. ഞാനില്ലേ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ ചോദിച്ചു, ആരെയാ കുത്തിയേ? അത് എന്റെ ചേട്ടത്തിന്റെ മോനെ കുത്തിയതാ. ഓ ആയിക്കോട്ടെ. അപ്പൊ ഈ കുത്തു കൊണ്ട വ്യക്തി എന്തിയെ? ആള് മരിച്ചുപോയി. വല്ലതും പിടികിട്ടിയോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്തുമായിരുന്നു? എന്റെ മോന്റെ ഒരു കേസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആ കേസ് എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ച് അന്വേഷിച്ചത് കൊണ്ട് കൊലപാതക കേസാ ഇവന്റെ പേരിലുള്ളത്. ഇവന്റെ സഹോദരനെ ഇവൻ കത്തി കൊണ്ട് കുത്തി കൊന്നേക്കുവാ. ആ വിഷയം എനിക്കറിയാം, പക്ഷെ ഇതാണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇവരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. അന്വേഷിക്കാതെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ അതിനകത്ത് അവർക്ക് നന്മ വരുന്നതിനേക്കാൾ നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആ വിഷയത്തെ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടറോട് ചെന്നൊരു രോഗം പറഞ്ഞു തീരുന്നതിന് മുമ്പ് മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ? അദ്ദേഹം ചോദിക്കും, ഇതെന്നു മുതലാണ് വന്നത്, ഇതെപ്പോഴൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്, അതിന്റെ മൂലകാരണം എല്ലാം കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെന്റ്. നമ്മൾ അന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക, ഒന്ന് കേട്ടാൽ മതി, അന്നേരം ചാടി വീഴുക. സ്തോത്രം. 50 വയസ്സുള്ള ഒരു ആന്റി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ, എന്റെ ഭർത്താവ് മരിച്ചതാ, കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 50 വയസ്സുണ്ട്. ഞാൻ വിചാരിച്ചു നല്ല ആഗ്രഹമാണ്, 50 വയസ്സുള്ള ആന്റിയാ, ഇനി പുള്ളിക്കാരി തന്നെ ആകണ്ടല്ലോ, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആയിക്കോട്ടെ, വരൻ ആരാ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് എന്റെ പരിചയത്തിലുള്ള ഒരു ആളാ. ഓക്കെ, ഇതിലെന്താ തടസ്സം? ഇനി പ്രാർത്ഥിക്കാൻ എന്താ തടസ്സം? അതേ, അവന്റെ ഭാര്യ അവൻ ഉപേക്ഷിക്കാൻ പ്രാർത്ഥിക്കണം, എന്നാൽ ഈ കല്യാണം നടക്കത്തുള്ളൂ. വിളച്ചിലുണ്ടോ? സ്തോത്രം. കേസ് ശരിക്ക് പഠിക്കാതെ ഒരു വക്കീൽ കേസ് എടുക്കത്തില്ല. രോഗം ശരിക്ക് മനസ്സിലാക്കാതെ ഡോക്ടർ ചികിത്സിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം. ദൈവാത്മാവിനെ ഓർപ്പിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ആരൊക്കെ കൂട്ടാമോ അവരെല്ലാം കൂട്ടി. ആറാമതായിട്ട് നമ്മൾ കാണുന്നത്, സ്തോത്രം, 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, 3-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ, അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അങ്ങനെ നെഹമ്യാവ് ആ പ്രവൃത്തിക്ക് വേണ്ടി ഒരു നല്ല ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു. ഒരു നല്ലൊരു ഓർഗനൈസേഷൻ. അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകളെല്ലാം കൂടെ കൂടി ഒരു പ്രവൃത്തിക്ക് വേണ്ടി ആരംഭിച്ചു. നമ്മുടെ വിഷയം മറന്നു പോകരുത്. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച ഈ പ്രവൃത്തി ചെയ്യുവാൻ അദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി ഹിൻഡ്രൻസസ് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അതാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപുള്ള അദ്ദേഹത്തിന്റെ ഒരുക്കമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ ഒരു രഹബോത്ത് മിനിസ്ട്രീസ് ഇത് ദൈവം നട്ടതാണെങ്കിൽ ഇത് ആരെ കൊണ്ട് പിഴുതെറിയാൻ ഒക്കത്തില്ല. ഈ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിയോഗിച്ച ആള് ഇതിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ വിടുതലുകൾ ദൈവമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതിന്റെ നന്മകൾ ആ ഭവനത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഇതിനകത്ത് ആരെങ്ങനെ കിടന്ന് പരിശ്രമിച്ചാലും ഇതിനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ദൈവം ഏൽപ്പിച്ച ഒരു പ്രവൃത്തി ഒരുവൻ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവന് ബലം നൽകുന്നത് സ്വർഗമാണ്. അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കും. നിങ്ങള് നെഹമ്യാവ് തന്റെ മുൻപിൽ ഈ പണി നടത്താനായിട്ട് പോയപ്പോൾ അഭിമുഖീകരിക്കേണ്ടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഇനി പറയുന്ന വാക്യങ്ങളെല്ലാം ഒരു എടുത്തൊന്ന് നോക്കണം. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമോന്യദാസൻ തോബിയാവും അരാബ്യനായ ഗേഷ്യമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. ഒന്ന് പരിഹാസം. ഒരു ദൈവ പ്രവൃത്തിക്ക് പിന്നിൽ ഒരു പരിഹാസം എപ്പോഴും ഉള്ളതാണ്. മനസ്സിലായോ? പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ. പ്രവൃത്തി ഏൽപ്പിച്ചത് കർത്താവാണെങ്കിൽ പരിഹസിക്കുന്നവൻ പരാജയപ്പെടും, പ്രവർത്തിക്കുന്നവർ വിജയിക്കും. ഇതിനകത്ത് പരിഹാസം ഏൽക്കുന്ന ചില മാതാപിതാക്കളെ സ്വർഗം കാണുന്നുണ്ട്. ചില വിഷയത്തിനകത്ത് പരിഹാസമേറ്റ് മടുത്തു. പാസ്റ്ററെ, പരിഹാസമേറ്റ് മടുത്തു. ബന്ധുക്കളിൽ നിന്ന് പരിഹാസം, ചാർച്ചക്കാരിൽ നിന്ന് പരിഹാസം. എവിടെ ചെന്നാലും പരിഹാസമാണ്. സ്വർഗം ഇടപെടുന്നു. നിന്നെ വിളിച്ചിറക്കിയത് കർത്താവാണെങ്കിൽ എത്തിക്കേണ്ട ഇടത്ത് എന്റെ സ്വർഗം എത്തിക്കും. പക്ഷെ നമ്മൾ വിശ്വസ്തരായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. വിശ്വസ്തരായിട്ട് കർത്താവിനെ സ്നേഹിക്കണം. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. സ്തോത്രം. സൻബല്ലത്തും തോബിയാവും ഒക്കെ മതില് പണിയുന്നെന്ന് കേട്ടപ്പോ എന്ത് ചെയ്തു? പരിഹസിച്ചു. ഇവന്മാരെന്തോ ചെയ്യാൻ പോകുന്നേ? ഇവന്മാര് പണിതാൽ എന്ത് ചെയ്യും? താഴോട്ട് എന്താ വായിച്ചത്? പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനെ മത്സരിപ്പാൻ ഭാവിക്കുന്നോ എന്ന് ചോദിച്ചു. സ്തോത്രം. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. ദൈവമക്കളെ, പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. സകലത്തിനും മതിയായവൻ. ദൈവാത്മാവ് ചിലരെ ഇന്ന് രാത്രി ഇതിനകത്ത് ബലപ്പെടുത്തുന്നു കേട്ടോ. പരിഹാസം ഏറ്റിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിന്റെ മുറിവ് ദൈവാത്മാവ് ഇന്ന് രാത്രി കഴുകി കളയുകയാണ്. അതിന് മുറിവ് കെട്ടുന്ന രാത്രിയായിട്ട് ദൈവാത്മാവ് കാണിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പരിഹാസം കേട്ട് മടുത്ത ചില വിഷയത്തിനകത്ത് വിടുതൽ ഇന്ന് രാത്രി തന്നെ. ദൈവമക്കളെ, നാളെ ഒരു പകലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട. വിശ്വസിച്ചോ. ഈ യോഗം പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപ് പരിഹസിക്കപ്പെട്ട വിഷയത്തിന്റെ വിടുതൽ നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. പരിഹസിച്ചു. അതിനെങ്ങനെ നെഹമ്യാവ് ഓവർകം ചെയ്തെന്നറിയാമോ? എങ്ങനെയാണ് അതിനെ തരണം ചെയ്തെന്നറിയാമോ? 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ബൈ കോൺഫിഡൻസ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള ഒരു ഉറപ്പുണ്ടല്ലോ. ഈ പരിഹസിക്കുമ്പോൾ ദൈവത്തിലെ ഉറച്ചോണം. മറുപടി പറയാൻ പോകരുത്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മറുപടി പറയാൻ പോകരുത്. ദൈവത്തിലെ ഉറച്ചോണം. അതിന് ഞങ്ങൾ എന്താ പറഞ്ഞതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗം ഇടപെടുന്നു. മുൻപ് നിൽക്കുന്ന തടസ്സത്തെ നോക്കി വായി തുറന്ന് പറ, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം എന്റെ തലമുറയുടെ കാര്യം സാധിപ്പിക്കും.
സ്വർഗത്തിലെ ദൈവം എന്റെ ശുശ്രൂഷയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിന്റെ കാര്യം സാധിപ്പിക്കും. വിശ്വസിക്കുന്നവർ എന്നെ നോക്കി ദൈവാത്മാവിന്റെ രാത്രി ഇടപെടുന്നു. എന്റെ കുടുംബത്തോട് ഈ വചനം ഇടപെടുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ നമ്മെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്താണ് നോക്കി ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ശത്രു കേൾക്ക പറ, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. പരിഹാസം വന്നപ്പോഴാ കേട്ടോ. പരിഹാസം വന്നപ്പോ നെഹമ്യാവ് പറഞ്ഞു, പരിഹാസം എന്നൊരു തടസ്സമാണ്, തന്റെ വേലയ്ക്ക് തടസ്സമായി പരിഹസിക്കുന്നവർ വന്നപ്പോൾ നെഹമ്യാവ് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു. അവർക്ക് യെരൂശലേമിൽ സ്തോത്ര ഓഹരിയില്ല, അവകാശമില്ല, അവരെ കുറിച്ചുള്ള ഓർമ്മ പോലുമില്ല. പരിഹസിക്കുന്നവരെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുന്ന ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ കീഴിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് നമ്മുടെ മുൻപിലിരിക്കുന്ന ആ പ്ലാൻ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കുന്നു. അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ ദൈവം ഇന്ന് രാത്രി ശക്തനാണ്. പരിഹസിച്ചവരോട് പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുക്കുമെന്നല്ല, ഞങ്ങളുടെ കൂടെ ആളുകളുണ്ടെന്നല്ല പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം കേട്ടോ, ദൈവത്തിലുള്ള ഉറപ്പ്, ആശ്രയം. ഇപ്പൊ പരിഹാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കണം. കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങ് ചേർന്ന് നിൽക്കണം. കർത്താവ് നമ്മെ അങ്ങ് വാരിപ്പുണരും. നമ്മുടെ വിഷയത്തിന് അവിടെ ഭയങ്കര വിടുതലുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പരിഹാസം ഭയങ്കര വിഷയമല്ലേ? നമ്മളൊക്കെ പരിഹസിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. പരിഹാസം. സ്തോത്രം. രണ്ടാമത് നമ്മൾ കാണുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നെഹമ്യാവ് 4:3. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ട് വീഴുമെന്ന് പറഞ്ഞു. രണ്ടാമതേ പരിഹാസത്തിൽ ഏറ്റില്ല, അതുകൊണ്ട് രണ്ടാമത് ഒരു നിന്ദിക്കുക. ഞാൻ എപ്പോഴും പറയും, ചില നിന്ന നല്ലതാണ്. ചിലര് നമ്മളെ നിന്ദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ചില വിഷയത്തിനകത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മൾ ഓർത്തോണം, മറുഭാഗത്ത് അതേ വിഷയത്തിനകത്ത് വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങള് കർത്താവിന്റെ വേല ചെയ്ത് റാന്നിയിലായിരിക്കുന്ന സമയത്ത് 1 മാസത്തോളം ഞങ്ങൾക്ക് ആഹാരമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. 1 മാസം ഞങ്ങൾ ആഹാരം കഴിച്ചില്ല. ആഹാരം കഴിച്ചില്ല എന്നല്ല, ഞങ്ങളുടെ ആഹാരം ഈ കഞ്ഞി വെക്കും. അതിനകത്ത് മത്തയില, ഈ അവിടെ എന്താണെന്നറിയത്തില്ല, ഈ വലിയ പച്ചക്കറിക്കകത്ത് കിടക്കുന്ന മത്തങ്ങ, അതിന്റെ വള്ളിയിൽ ഉണ്ടാകുന്ന തളിരല അത് പറിച്ച് നന്നായിട്ട് അരിഞ്ഞ് അത് പിഴിഞ്ഞു കളയും. അതിന്റെ ചാറ്, അതിന് കയ്പുണ്ട്, അത് പിഴിഞ്ഞു കളഞ്ഞിട്ട് അത് പുഴുങ്ങും. തേങ്ങയൊന്നും അതിനകത്ത് ഇടാനില്ല. പുഴുങ്ങിയിട്ട് ഈ മത്ത ഇല കഞ്ഞിക്കകത്ത് ഇട്ടിട്ട് ഞങ്ങൾ 3 പേര് അത് കുടിക്കും. ഏറ്റവും ഇളയ ആളന്ന് പാല് കുടിക്കുന്ന പ്രായം, കൈക്കുഞ്ഞ. അപ്പൊ ഞാനും വൈഫും മൂത്ത കുഞ്ഞും അത് കുടിക്കും. 1 മാസം ഈ കഞ്ഞിയും മത്തയിലയും കുടിച്ച് ഞങ്ങൾ ജീവിച്ചു. ഒറ്റ 1 മാസം. 1 കവർ പാല് പോലും ഞാൻ കടം മേടിക്കാൻ പോയില്ല. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും, വിഷമം കൊണ്ടാണ്. അപ്പൊ ഈ മൂത്ത കുഞ്ഞ് എന്നോട് ചോദിക്കും, പപ്പ എവിടെ പോകുന്നു ചോദിക്കും. ഞാൻ പറയും, മോളെ വെറുതെ ഒന്ന് പോവാ. അപ്പൊ ഇവക്കറിയാം ഞാനിങ്ങനെ റോഡിൽ പോയിട്ട് വരുമ്പോൾ പാലോ അവൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. ഇളയ കുഞ്ഞ് അത്രയും അറിവായിട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവൾ എന്റെ കയ്യിലോട്ട് നോക്കിയിട്ട് പപ്പ പാലെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ ചങ്ക് പൊടിഞ്ഞു പോകും, ഹൃദയം പൊട്ടിപ്പോവും. 1 മാസത്തോളം ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവിനോട് പറഞ്ഞു, സുവിശേഷ വേല വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ല. പട്ടിണി കിടന്ന് ചാകേണ്ടി വന്നാൽ. അങ്ങനെ ഇരിക്കെ ഞങ്ങള് ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക ഒരു ചർച്ചില്. അവിടം വരെ പോയിട്ട് വരണമെങ്കിൽ 30 രൂപ വണ്ടിക്കൂലി വേണം. 30 രൂപ ഒരാളിന് 7 രൂപ 50 പൈസ, പിള്ളേർക്ക് വേണ്ട. ഒരു വഴിക്ക് ഞങ്ങൾക്ക് പോകണമെങ്കിൽ 2 പേർക്കും കൂടെ 15 രൂപ വേണം. പോയിട്ട് വരാൻ 30 രൂപ വേണം. കാശില്ല. അന്നേരമാ ഞങ്ങളുടെ വീട്ടില് വരുത്തിക്കൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനിതെല്ലാം കൂടെ വാരിക്കൊണ്ട് അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുത്തു. കറക്റ്റ് 30 രൂപ കിട്ടി. ഞങ്ങൾ യോഗത്തിന് പോയി. അന്ന് പ്രസംഗിച്ച ദൈവത്തിന്റെ അഭിഷേകത്തിന് ഒരു ദൂത് പറഞ്ഞു, ഇന്ന് ഈ യോഗം കഴിഞ്ഞ് നീ വീട്ടിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരു അത്ഭുതം കാണാൻ പോവാ. ഇതാ ദൂത്. തലേ കൈവച്ച് പറഞ്ഞതല്ല, വചനം പ്രസംഗിച്ച് പറഞ്ഞ ദൂതാണ്. ഞാൻ തലമേലങ്ങ് കൈവച്ചിട്ട് പറഞ്ഞു, എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന്. ഞാൻ ആ ദൂത് ഞങ്ങള് ഹൃദയപൂർവ്വം ഏറ്റെടുത്തു, കണ്ണുനീരോടെ ഏറ്റെടുത്തു. ഞങ്ങൾ യോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവാ. ദൂത് എന്തുവാ? ദൈവാത്മാവ് ഇടപെട്ട എന്തുവാ? വാതിൽ തുറക്കുമ്പോ എന്തോ കാണണം?
അത്ഭുതം കാണണം. ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലാണ്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുക. ഞങ്ങൾ വന്ന് കതക് തുറക്കുമ്പോ ആ കതകിന്റെ വിടവിനകത്തൂടെ അകത്തേക്ക് ഒരു ലെറ്റർ ആരോ ഇട്ടിട്ട് പോയേക്കുക. ഞങ്ങളുടെ പോസ്റ്റ് ഇടുന്ന ആൾ ഇട്ടിട്ട് പോയേക്കുക. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ എൻവലപ്പാണത്, ഫോറിൻ എൻവലപ്പ്, അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഞാനത് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു ചെറിയൊരു കത്തും അതിന്റെ കൂടെ ഒരു $100 ചെക്കും. കർത്താവ് കള്ളം പറയത്തില്ല. എന്റെ ദൈവം വാക്ക് മാറ്റി പറയുവാൻ അവൻ മനുഷ്യനല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കുള്ള വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവാത്മാവ് കൊണ്ടുവരും. ഞാനത് പൊട്ടിച്ചു വായിക്കുമ്പോൾ എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ, ആളെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായ ഒരു മനുഷ്യന്റെ മരുമകനാണ്, ഞാൻ പറയുന്നില്ല, നമ്മുടെ കേരള പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രസിദ്ധനായ ഒരാളിന്റെ മരുമകൻ. അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം എന്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം 1 വർഷത്തിന് മുമ്പ് നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ എന്റെ അഡ്രസ്സ് മേടിച്ചോണ്ട് പോയി. അന്നൊന്നും തന്നൊന്നുമില്ല എനിക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു, ഷാജി എന്റെ ഒന്നും തരാനില്ല, ഒരു കാര്യം അഡ്രസ്സ് തന്നേര്, അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയത്. ഞാനത് മറന്നുപോയി, പുള്ളിയും മറന്നുപോയി. ഈ സമയമായപ്പോ പുള്ളി എങ്ങനെ പെട്ടെന്ന് ഓർത്തു. അദ്ദേഹം ഡയറി മറിച്ചപ്പോൾ അന്ന് ഫോണൊന്നുമില്ല, എനിക്ക് സെൽഫോണൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ അഡ്രസ്സ് കിട്ടി. ഞാനതിൽ താമസമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെയാണ് പുള്ളി ആ ചെക്ക് അയച്ചേക്കുന്നത്. ഈ ചെക്ക് കയ്യിൽ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിലവിളിച്ച് ദൈവത്തോട് 1 മാസമായിട്ട് പട്ടിണി കിടക്കുക. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി. ഞാൻ അത് ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങാം. ഇത് അനുഭവമാണ് ദൈവമക്കളെ പറയുന്നേ. ഈ ചെക്കും കൊണ്ട്, ഫോറിൻ ചെക്കാ, ഞാൻ ഈ ചെക്കും കൊണ്ട് അന്ന് മന്നമരുതിയിലെ ഫെഡറൽ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട്, ഫെഡറൽ ബാങ്കിലാണ്. ഞാൻ അവിടെ ചെക്ക് മാറാൻ വേണ്ടി ചെന്നു. സാധാരണ ഈ ചെക്ക് കൊടുത്താൽ 1 മാസം കഴിയാതെ മാറി കിട്ടത്തില്ല, ഫോറിൻ ചെക്കാ. ഇവര് അവിടുത്തെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ ക്യാഷ് തരത്തുള്ളൂ. ഞാൻ അന്ന് ക്യാഷ്യർ ഇരിക്കുന്ന അവിടെ ചെന്നപ്പോ അവിടെ അന്ന് ഒരാഴ്ചത്തെ ലീവ് വേക്കൻസിയിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു റിലേഷനിൽ പെട്ട ഒരാളാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് വന്നേക്കുന്നേ. അദ്ദേഹം എന്നെ കണ്ടുപോ ചോദിച്ചു, എന്താ ഷാജി, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദേണ്ടച്ച ഒരു ചെക്കുണ്ട്, അത് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അദ്ദേഹം അത് മേടിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, ഇത് 1 മാസം എടുക്കും മാറാൻ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ചെയ്തേക്കാം. കർത്താവ് ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ പെർഫെക്റ്റാ. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. 4400 സംതിങ്, 4500 രൂപയോളം അന്ന് ചെക്ക്. ഇന്ന് 7000 രൂപയ്ക്ക് മേളിലുണ്ട്. ചെക്ക് മാറി $100 ക്യാഷ് അന്നേരം തന്നെ റെഡി ക്യാഷ് അദ്ദേഹം എന്റെ കൈ തന്നു. ഞാൻ അവിടെ മുതൽ വീട് വരെ കരഞ്ഞു. നീ വിശ്വസ്തനാണെങ്കിൽ, ദൈവകൃപ നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം വിളിച്ചൊന്നൊരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ദൈവ വഴി വിട്ട് ഇടം വലം തിരിയാതിരുന്ന് നിന്റെ വിടുതൽ പ്രാർത്ഥിക്കുന്ന ഇടത്ത് വെളിപ്പെടും. തലമുറകളുടെ വിടുതൽ. എനിക്കറിയാം, ഇതിനകത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. തലമുറകളെ ഓർത്ത് നിലവിളിക്കുന്ന, ആധിയോടെ നിലവിളിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്നയുടെ മധ്യത്തിലാണെങ്കിലും വിടുതൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഞങ്ങളുടെ അല്ലല് മാറിയതാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഞങ്ങൾക്ക് ആഹാരം വേണ്ടാത്ത കുറവേ ഉള്ളൂ. ഞാൻ സൗദി അറേബ്യയിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ എന്നെ ഒരു സഭയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി 2 മാസത്തെ ക്ലാസ്സിന് വേണ്ടി അവരെന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ ചെന്നതാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സന്ദർഭോചിതമായി യാദൃച്ഛികമായിട്ട് ഞാൻ ഈ സാക്ഷ്യം അവിടെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. കാരണം നമ്മൾ ദാരിദ്ര്യം പറഞ്ഞ് കാശ് മേടിക്കാൻ പോയെന്നൊരു ചിന്ത അവർക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പക്ഷെ ഞാൻ ആ സഭയുമായിട്ട് അത്രയും ബന്ധമുള്ളത് കൊണ്ടും ഏകദേശം 1-2 മാസത്തോളമായി നിരന്തരമായിട്ട് അവിടെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഭവം അവിടെ പറഞ്ഞു. നിങ്ങൾക്കറിയണമോ, ഞാൻ വരാൻ നേരത്ത് 3 കിലോ നിഡോയുടെ പാൽപ്പൊടി ഒരു സഹോദരൻ മേടിച്ച് പാക്ക് ചെയ്ത് എൻ്റെ കൈ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ? അവരിപ്പോ വളർന്നല്ലോ, എന്തിനാ? ഇല്ല, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു. അന്ന് 1/2 ഗ്ലാസ് പാലിന് വേണ്ടി എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നോക്കിയിരുന്നെങ്കിൽ ഞാൻ അന്ന് നാട്ടിൽ വരുമ്പം അവൾക്ക് തിന്ന് മിച്ചം വരുമാറ്, അവൾ മടുത്തു പോകുമാറ് കുഞ്ഞുങ്ങൾക്ക് പാൽപ്പൊടി ദൈവം അവിടെ കരുതി വെച്ചിരുന്നു. ഞാനൊരു ദൂത് പറയാം, ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ വിഷയത്തിനകത്ത് തന്നെ വിടുതൽ സ്വർഗം ഇന്ന് രാത്രി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണം വരെ ഈ കർത്താവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി വരുമോ ദൈവവേദലേ? മതി വരുമോ? ഇന്ന് രാത്രി ഏത് വിഷയത്തിനാണ് വിടുതൽ വേണ്ടുന്നത്? നമ്മൾ എണ്ണി പറ. ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ ഇതിന്റെ വിടുതലുകൾ വെളിപ്പെടും, വ്യക്തമായി വെളിപ്പെടും. എണ്ണി മതി കർത്താവേ എന്ന് പറയത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദിവസങ്ങളാണ് ഈ മുന്നിലുള്ളതെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ദൈവ പൈതലിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന സ്വർഗത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയും, ഇതെല്ലാം ദൈവം നമുക്ക് പ്രാർത്ഥനയിൽ തരുന്ന നന്മകളാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ നമ്മളിത് ഉപയോഗിക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് അവരെ പഠിപ്പിക്കുന്നത്, കണക്ക് നോക്കാതെ കർത്താവിന്റെ വേലയെ സ്നേഹിക്കണം. ദൈവം നന്മകൾ തരും. കണക്ക് നോക്കരുത്, കർത്താവിന്റെ വേലയെ സ്നേഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യണം കേട്ടോ. ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. അപ്പനും അമ്മയും കൊടുക്കത്തില്ല, പിന്നെ എങ്ങനെ പിള്ളേർ കൊടുക്കുന്നേ? അപ്പനും അമ്മയും കൊടുക്കുന്ന 10 രൂപ ഇപ്പോഴും, പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നേ? സ്തോത്രം. ഇവിടെ തലമുറകൾ കർത്താവിന്റെ വേലയെ സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയും കണ്ട് പഠിക്കരുത്. ദൈവവേലയെ സ്നേഹിക്കണം. അളവില്ലാത്ത നന്മകളാൽ നമ്മളെ നടത്തുന്നവനാ സ്വർഗം. ദൈവമക്കളെ 8 സെന്റ് സ്ഥലവും മനോഹരമായൊരു ഭവനവും ചുറ്റുമതിലും ഗേറ്റും എല്ലാം വെച്ച് ഈ സമയത്ത് ഒരു ഭവനം പണിയണമെങ്കിൽ 2 വർഷമായിട്ടുള്ളൂ. എത്ര ലക്ഷം രൂപ വേണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഭവനം പണിത് കഴിഞ്ഞപ്പോൾ 1500 രൂപ ഒരിടത്ത് കോൺട്രാക്ടർ കൊടുക്കാനുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ പണം കൊണ്ടു 1500 രൂപ അത് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഇതായിരുന്നു എന്റെ വീട് വെച്ച് എന്റെ കടം തീർന്നു. ദൈവം വിശ്വസ്തനാ കേട്ടോ. ദൈവം വിശ്വസ്തന. ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല ഈ പ്രസംഗിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നേ. എന്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയാനാ ഇത് പ്രസംഗിക്കുന്നേ. ചിലരൊക്കെ ജീവിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്. നോ, നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്ന് പ്രസംഗിക്ക്. നമുക്കുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിളമ്പാൻ പറഞ്ഞു. പുരുഷാരത്തെ ഇരുത്തി അല്ലേ വിളമ്പാൻ പറഞ്ഞു. ഒരു വിളമ്പി നടുപടി 5000 പുരുഷന്മാരാ. നമ്മുടെ വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥന വെച്ച് 30 പേര് വരുമ്പോ അവർക്ക് വിളമ്പിയിട്ട് നമ്മൾ 3 ദിവസം റെസ്റ്റ് എടുക്കുന്ന നമ്മളാ. 5000 പേർക്ക് വിളമ്പുന്ന ആളുകളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. 5000 പുരുഷന്മാര്, സ്ത്രീകൾ എത്രയുണ്ടായിരുന്നു, കുട്ടികൾ എത്രയുണ്ടായിരുന്നു, എല്ലാവർക്കും വിളമ്പി മടുത്ത് തിരിച്ചു വരുമ്പോ എന്റെ കർത്താവ് അവരുടെ കയ്യിൽ ഓരോ കൊട്ട 12 കൊട്ട കരുതി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതാ. ഇന്ന് രാത്രി വിളമ്പുന്നവരെ കൂടെ സ്നേഹിക്കുന്നവനാ സ്വർഗം എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഞാൻ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് തരുമ്പോൾ ഈ വചനത്തിനകത്ത് ഞാൻ വിളിച്ചു പറയുന്ന നന്മകൾ എന്റെ ഭവനത്തിലും വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരിക്കലും സഭയെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ, മറ്റൊരു വിശ്വാസിയാ, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഗൾഫുകാരനാ, യാദൃച്ഛികമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു പഴയ വാഷിംഗ് മെഷീൻ കൊണ്ട് എടുത്തോണ്ട് വയ്ക്കാൻ പറഞ്ഞു. പാസ്റ്റർക്ക് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ നിരസിക്കുന്നതെന്ന് ഓർത്ത് അത് എന്റെ ബൈക്കിന്റെ പുറകെ വെച്ച് കെട്ടി ഞാൻ കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കി അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കാണാം അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചേര ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാൻ ചിന്തിച്ചത് വണ്ടി ഓടിച്ചോണ്ടൊന്ന് ഒഴിക്കാൻ ഞാൻ ഇത് എഴുന്നേറ്റ് ചാടിയെങ്കിൽ ആ കുഴപ്പമായെന്നെ, എല്ലാം കൂടെ റോഡിൽ പോയ നമ്മള്. മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പുള്ളി ഒതുക്കിയിട്ടിരുന്ന ഒരു സാധനമാണ്. എന്റെ സ്വർഗം അത് കണ്ടു, കർത്താവ് അത് കണ്ടു. എന്റെ വീട്ടിൽ ഫുൾ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വാഷിംഗ് മെഷീൻ ദൈവം തന്നിട്ട് പറഞ്ഞു, പഴയത് വെറുക്കാൻ പോണ്ട. വിശ്വസിക്കുന്നോ ദൈവമക്കളെ? നമുക്ക് വേണ്ടാത്തത് ആർക്കും കൊടുക്കരുത്, ആർക്കും വേണ്ടാത്തത് നമ്മളും എടുക്കരുത്. എന്റെ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ ഇന്ന് രാത്രി അവിടെ മാനിക്കപ്പെടും. ഞാന് പഴയ ഷർട്ട് ഒത്തിരി ഇട്ടിട്ടുള്ളവനാ. കോളർ നീളമുള്ള ഷർട്ട് ഉണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ഇട്ട ഷർട്ട് അവർ തരും. പണ്ട് അമ്മാച്ചന്മാരൊക്കെ ഇടുന്ന ഷർട്ട് അതിങ്ങനെ ചെറുതാക്കിയാലും കോളർ ചെറുതാക്കാൻ ഒക്കത്തില്ല, നീണ്ടു കിടക്കും. ആടിന്റെ ചെവി പോലും ഇങ്ങനെ കിടക്കും കോളർ. ഇത് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ ഇതേ പിടിച്ച് ഇങ്ങനെ കളിയാക്കും. എടാ നിന്റെ ഷർട്ട് എന്തോടെ ആടിന്റെ ചെവി പോലെ കിടക്കുന്നുണ്ടോ കോളർ? ബാക്കിയെല്ലാം റെഡിയാക്കും. അവിടെ പൊളിക്കാൻ ഒക്കത്തില്ല, കോളർ വെട്ടി തയ്ക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ
ഇന്ന് അമേരിക്കയിൽ നിന്ന് സ്ട്രാറ്റ്ഫോർഡിന്റെയും സ്തോത്രം ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷർട്ട് ഓരോരുത്തർ വരുമ്പോ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോകുമ്പോ എന്റെ കണ്ണ് നിറയും. നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ ദൈവവേദലേ? അതേ ഇടത്ത് സ്വർഗം നിന്നെ മാനിക്കും കേട്ടോ. ഇന്ന് രാത്രി ഞാൻ എന്നെ നടത്തുന്ന ദൈവത്തെ കുറിച്ച് എനിക്കിതിന് ഒരു ലജ്ജയുമില്ല, ഒരു ലജ്ജയുമില്ല. ഒരു ചെരുപ്പിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു ചെരുപ്പിടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് വില കൂടിയ എത്ര ജോഡി ചെരുപ്പാ കിടക്കുന്നത് അറിയാമോ? ഞാൻ മേടിച്ചല്ല കേട്ടോ, ഇതെല്ലാം കർത്താവ് തരുന്നയാ. അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ 4 പേരുടെയും കാലിന്റെ പടം വരച്ച് വെള്ള പേപ്പറിൽ അയക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോത്തിനാ? ഓ അത് ഞാൻ അയച്ചേരെന്ന് പറഞ്ഞു. ഒത്തിരി നിർബന്ധിച്ചു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കാലിന്റെ പടം വരച്ച് അതിന്റെ അളവ് അയച്ചു കൊടുത്തു. അദ്ദേഹം നാട്ടിൽ വന്നപ്പോ 4 ജോഡി ചെരുപ്പ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നേക്കും അതേ അളവില്. ദൈവം വിശ്വസ്തനം, സ്വർഗം വിശ്വസ്തനം. ഞാൻ സേവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചായി പറയുന്നത്. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഞങ്ങളുടെ ചെരുപ്പിടുന്ന സ്റ്റാൻഡിന്റെ അവിടെ ഞാൻ പറഞ്ഞു കുറെ വാരി മാറ്റാൻ പറഞ്ഞു പിള്ളേരോട്. അവിടെ ചെന്ന് നിൽക്കാൻ വയ്യ, അതുപോലെ ചെരുപ്പാ. അഹങ്കാരം എന്ന് പറയരുത് കേട്ടോ, ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നില്ല, ആരെങ്കിലും ഒക്കെ മേടിച്ചു തരുന്നയാ. കർത്താവ് പറഞ്ഞു, നീ ഭാരപ്പെട്ടില്ലേ ഒരു ചെരുപ്പിടാൻ? ഇത് നല്ല ഉടുപ്പിടാൻ നീ ഭാരപ്പെട്ടില്ലേ? സ്തോത്രം. എൻ്റെ വൈഫിന്റെ കല്യാണത്തിന് ഒരു വാച്ച് ഒരാൾ മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിന്റെ കല്യാണം വരുമ്പോൾ തരാന്ന് പറഞ്ഞു. പുള്ളി വെച്ചിരുന്നു അവിടെ, കല്യാണം വരുന്നവരെ വെച്ചിരുന്നു. കല്യാണം ആയപ്പോഴാണ് കൊടുത്തേ. ഇന്ന് എത്ര വാച്ചുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ. ഇപ്പോഴും ഒരാൾ സൗദിയിൽ വാച്ച് മേടിച്ചു വെച്ചേക്കോ. ഞാൻ ചോദിച്ചു, ഇവർക്ക് വേറെ പണിയില്ലയോ? ഈ വാച്ചെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാൻ? അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒരാളൊരു എന്റെ ദൈവം അതിന്റെ വില പോലും പറഞ്ഞ നിങ്ങളെല്ലാം ഞാൻ വരെ അന്തം വിട്ടു. ഞാൻ വിചാരിച്ച ആ കാശ് എന്നെങ്കിൽ ഞാൻ 2-3 മാസം സുഖമായിട്ട് ജീവിച്ചേനെ. അത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ സൗദിയിൽ നിന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു, അയ്യോ പാസ്റ്റിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു വാച്ച് വേണം, പുള്ളിയും കൊണ്ടുവന്നേക്കോ. ചോദിക്കത്തില്ല ഇവരാരും. ഇപ്പൊ വേറൊരാൾ മേടിച്ചു വെച്ചിട്ട് പണം മേടിച്ചു വെച്ചേക്കുവാന്ന്. ഞാൻ ചോദിച്ചു, ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാ? ദൈവം വിശ്വസ്തനാ കേട്ടോ. നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? മാനിക്കപ്പെടാൻ പോവുകയാണ്. നിന്നേറ്റിട്ടുണ്ടോ? മാനിക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ ഒരു ബൈക്കിനകത്തെ ഞങ്ങൾ 4 പേരും കയറിയിട്ട് അതിന്റെ സൈഡിൽ ബാഗും വെച്ച് കെട്ടി ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. പാണ്ടിക്കാർ വരുന്ന പോലെ വരുന്നെന്നാ പറയുന്നത്. അവരെന്താ ഈ പാണ്ടി ലോറി ഇല്ലയോ, അവിടെ നിന്ന് ലോഡും കയറ്റി വരും പോലെ 4 ആളുകളും, ബൈക്ക് കാണാനില്ല, 4 സൈഡിലും ബാഗും, 4 പേരും കൂടെ കയറി കഴിയുമ്പം ഒരു കുറെ ബാഗും 4 ആളുകളും പോകുമ്പോഴാണ് ഇത് പോകുന്നത്. അവരുടെ മുന്നില് ബ്രാൻഡ് ന്യൂ കാറിൽ ഞങ്ങൾ 4 പേര് ചെന്ന് ഇറങ്ങുമ്പോ നിന്ദിച്ചില്ലേ? അവിടെ സ്വർഗം മാനിക്കാൻ പോകുന്നു. ദൈവ പൈതലിന് ഒരു നന്മ വരുമ്പോ ഓർത്തോണം. ഇതിന്റെ പിന്നിൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട് ആ ദൈവ പൈതൽ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാന് എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ നിന്ന് കിടക്കുന്നെങ്കിൽ ഓർത്തോണം, അതിന് ഞാൻ വില കൊടുത്തിട്ടുണ്ട്. പല രാത്രികൾ ഉറങ്ങാതിരുന്ന് വീശിയിട്ടുണ്ട്, ചൂട് സഹിക്ക വയ്യാതെ. സ്വർഗം വിശ്വസ്തന, കർത്താവിന്റെ വേല നിമിത്തമാണ്. ഞങ്ങളൊരു പാഴ്സനേജ് താമസിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഭാഗത്തൂടെ എലിയുടെ റൂട്ട് അതിങ്ങനെ കയറി ഇറങ്ങുന്നേ. രാത്രിയിൽ കൊച്ചു കണ്ണു തുറന്ന് നോക്കുമ്പോൾ എലി മേളി വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഉറങ്ങിയെങ്കിൽ അതിന് താഴോട്ട് ഇറങ്ങാനൊക്കത്തുള്ളൂ. സ്തോത്രം. ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കി, അവർ കിടക്കുന്ന റൂമിനകത്ത് എലി പോയിട്ട് ഒരു ഈച്ച പോലും കയറത്തില്ല. കംപ്ലീറ്റ് അടച്ചു വെച്ചേക്കാം. AC വെച്ചിരിക്കുന്നുണ്ട്, ഒരു കൊതുകിന് പോലും കയറാനൊക്കത്തില്ല. ദൈവം വിശ്വസ്തനാണ്. നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? അവിടെ മാന്യത ദൈവം തരും. നിന്ദിച്ചപ്പോ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നെഹമ്യാവ് 4:4 മുതൽ ഒന്ന് വായിച്ച് വേഗത്തിൽ ഞാൻ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ചു. അപ്പൊ നിന്ദിക്കപ്പെടുമ്പോൾ ദൈവമക്കൾ എന്താ പ്രാർത്ഥിക്കേണ്ടേ? കർത്താവേ, ഈ നിന്ന നീ കേൾക്കണമേ. അവരുടെ നിന്നയെ അവരുടെ തലയിലേക്ക് തന്നെ നീ എന്ത് ചെയ്യണം? തിരിച്ചു പ്രവാസദേശത്തിൽ അവരെ കവർച്ച കേൾപ്പിക്കണമേ. നീ അവരെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ നീ തുടരുതേ. അപ്പോ നിന്നയെ നെഹമ്യാവ് ഓവർകം ചെയ്തത് പ്രാർത്ഥനയാലും കഠിനാധ്വാനത്താലും. എന്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നു, അങ്ങനെ അവർ എന്ത് ചെയ്തു? 6-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കാൻ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും അരുതേ. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹാർഡ് വർക്ക്, പ്രാർത്ഥനയും ഹാർഡ് വർക്കും. നമ്മുടെ ഈ കർത്താവിന്റെ അഭിഷക്ത ദാസിയോടൊക്കെ ചോദിച്ചു നോക്കി, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? ഞാൻ തന്നെ
അത്ഭുതപ്പെട്ടു. 43 ഡിവൈസ് അതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്നത്. പ്രാർത്ഥനയും കഠിനാധ്വാനവും. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ ഒരു സഹോദരി ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഒരു വിഷമം വരുമ്പോ ഒന്ന് ഫോൺ ചെയ്ത്, സഹോദരി എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരാളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എത്ര പേർ എന്നോട് ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ കർത്താവിന്റെ അഭിഷക്ത ദാസി ഓർത്ത് ഒരു വാക്ക് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കളെ. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ കുറവാ കേട്ടോ. പേരിനും പ്രശസ്തിക്കും വേണ്ടി ആളുകൾ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ കുറവാ. സ്തോത്രം. മൂന്നാമതായിട്ട് നെഹമ്യാ. അപ്പൊ ഒന്നാമതായിട്ട് നെഹമ്യാവിന്റെ മുൻപിൽ വന്ന തടസ്സം എന്ന് പറയുന്നത് പരിഹാസമാണ്. രണ്ടാമത് പരിഹാസം വന്നപ്പോൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. അപ്പൊ രണ്ടാമത് നിന്ന വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. മൂന്നാമത് വരുന്നത് എന്താണെന്നറിയാമോ? ഇതിലൊന്നിലും ഒത്തില്ലെങ്കിൽ 4-7 വായിച്ചേ. യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജ്വലിച്ചു. യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരെ ഒക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഗൂഢാലോചന. ഇവിടെ പരിഹസിച്ചപ്പം ഒത്തില്ല, നിന്ദിച്ചിട്ട് ഒത്തില്ല, ഇവര് പണി നിർത്തുന്നില്ല. ഇപ്പൊ ഗൂഢാലോചനയാണ്, കോൺസ്പിറസി. ഈ ഗൂഢാലോചന എവിടെയാന്നുള്ളതായിരുന്നു നമുക്ക് അറിയാനൊക്കത്തില്ല. അതുകൊണ്ടാ മനുഷ്യർ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്തു? ശത്രു വന്ന് കള വിതച്ചിട്ടു. അതിനാ ഗൂഢാലോചന എന്ന് പറഞ്ഞു. ഉറങ്ങുന്ന സമയത്താണ് ഇവൻ കള വിതയ്ക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ ഗൂഢാലോചന ഒരു ഭയങ്കര പ്രശ്നമാണ്. കോൺസ്പിറസി. കൂട്ടുകെട്ടുണ്ടാക്കി. അതിനെങ്ങനെ നെഹമ്യാ ഓവർകം ചെയ്തെന്നറിയാമോ? 4:9 വായിച്ചേ. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന. അടുത്തത്, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കി. വാച്ച്ഫുൾനെസ്. രാവും പകലും കാവൽക്കാരെ ആക്കി. ദൈവമക്കളെ മനസ്സിലാവുന്നുണ്ടോ? രാത്രിയും പകലും കാവൽക്കാരെ നിർത്തി പ്രാർത്ഥിച്ചു. ഗൂഢാലോചന തകർന്നുപോയി. ദൈവമക്കളുടെ ശുശ്രൂഷയ്ക്കെതിരെ ഗൂഢാലോചന ഇടുന്ന പദ്ധതികൾ, പോരുകൾ ഒന്നും പറ്റിയില്ലെങ്കിൽ പറയും. എന്തെങ്കിലും പറഞ്ഞ് കലക്കം ഉണ്ടാക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. രാത്രി മുഴുവനും നിലവിളിച്ചോ. ഹല്ലേലൂയ. നാലാമതായിട്ട് 4:10 വായിച്ചേ. 4:10-12. എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. ഇനി കൂടെ നിൽക്കുന്നവർ അധൈര്യപ്പെടുത്തുക. അത് അടുത്ത തടസ്സം. പരിഹസിച്ചു, നിന്ദിച്ചു, ഗൂഢാലോചന നടത്തി, ഇതിലൊന്നും പരാജയപ്പെട്ടില്ല. ഇനി കൂടെ നിൽക്കുന്നവർ എന്ത് ചെയ്യുക? അധൈര്യപ്പെടുത്തുക. യഹൂദ്യര് പറയുക കല്ലും മണ്ണും ഒത്തിരി കിടക്കുന്നു. ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു നമ്മളെ കൊണ്ടത് പണിയാനൊന്നും നോക്കത്തില്ല. കൂടെ നിൽക്കുന്നവരെ നോക്കിക്കോണം. കൂടെ ഇവര് അധൈര്യത്തിന്റെ വാക്ക് പറയും. നമ്മളെ കൊണ്ടത് നോക്കത്തൊന്നുമില്ല. ചില ആൾക്കാർ ഈ ഭൂതത്തിന് പ്രാർത്ഥിക്കാൻ പോകും. അവിടെ ചെല്ലുമ്പോഴേ ഭൂതം കേൾക്കാൻ പറയും, ഓ ഇത് ഇച്ചിരി കട്ടിയാ കേട്ടോ, ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പ്രാർത്ഥിച്ചാൽ അഴിയുന്ന ഭൂതമല്ല. ഈ ഭൂതം അന്നേ പോകാനിരിക്കുക. ഇയാൾ വന്ന ഉടനെ പോകാനിരുന്ന ഭൂതമാ. ഇയാളുടെ വാക്ക് കേട്ടപ്പോ ഭൂതത്തിന് മനസ്സിലായടാ വന്നിരിക്കുന്നവൻ എന്നെക്കാളും പേടിത്തൊണ്ടന. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഭൂതം പോകാനിരിക്കുക. പുള്ളിക്കാരൻ പെട്ടിയെല്ലാം മടക്കി വെച്ചോണ്ടിരിക്കുക പോകാനായിട്ട്. അപ്പോഴാ ഇയാൾ വന്നിട്ട് പറയും ഇത് ഇച്ചിരി കട്ടിയുള്ളതാട്ടോ. ഇത് കേട്ടോ പുള്ളിക്ക് ധൈര്യമായി. എന്നാ പിന്നെ ഇയാൾ പേടിയാ, എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. കൂടെ നിൽക്കുന്നവർ അധൈര്യപ്പെടുത്തുക. കൂടെ നിൽക്കുന്ന എല്ലാവരുടെ വാക്ക് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോരുത് കേട്ടോ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇടപെടുന്നുകൊണ്ട് പറയുക. കൂടെ നിന്നിട്ടെ ചിലത് അങ്ങോട്ട് പറഞ്ഞു തരും. നമ്മൾ അതിനകത്തൊന്നും ശ്രദ്ധിക്കാൻ പോരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഡിസ്കറേജ്മെന്റ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ, കൂട്ടുകാർ പോലും അധൈര്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് കൂട്ടുകാർക്കാണ്. അവർ സ്വാധീനിച്ച് നമ്മൾ അധൈര്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? 4:13-14 വായിച്ചേ. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. അവർക്ക് ധൈര്യം കൊടുത്തു. ബൈ സ്റ്റെഡ്ഫാസ്റ്റ് കറേജ്. തകർന്നു പോകാത്ത ധൈര്യം കൊടുത്ത് നിർത്തി. ആളുകളെല്ലാം കുന്തവും ആയുധവും കൊടുത്തിട്ട് പൊക്കം കുറഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ പറ്റും. ഇതുവഴി വല്ലവനും കയറി വന്ന് കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. ആളുകൾ നിൽക്കുക. സ്തോത്രം. ധൈര്യത്തോടെ. ദൈവമക്കളെ, നമ്മളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മ, നിങ്ങൾ ഓർത്തോ, ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ മീറ്റിംഗ് അവസാനിക്കും.
അത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് പലയിടത്തുനിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. ഈ മീറ്റിംഗിന്റെ റിസൾട്ട് വരാൻ നിങ്ങൾ വിചാരിക്കും ചുമ്മാതെ പറയുന്നത്. പരിശുദ്ധാത്മ ഒരു ഭാഗം എന്നെ ഓർപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഓടി വന്നാട്ടെ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. 10:13. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. കേട്ടോ, പാഴ്സി ദേശത്തിന്റെ പ്രഭു 21 ദിവസം ദാനിയേലിനോട് എതിർത്തു നിന്നു. പിന്നെ നമ്മൾ ഈ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണോ? 21 ഇരുന്നപ്പോൾ തന്നെ വിടുതൽ വന്നതാ. പക്ഷെ അത് ദാനിയേലിന്റെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടി എത്ര ദിവസം നിന്നു? ഈ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണോ? ദാനിയേലിനോട് 21 ദിവസം ഇവൻ മല്ല് പിടിച്ചോണ്ടിരുന്നു. ഇവന്റെ വിടുതൽ ദാനിയേലിന്റെ കയ്യിൽ എത്താതിരിക്കാൻ, ദൈവത്തിന്റെ വിടുതൽ ദാനിയേലിന്റെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടി. ഉടനെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. സ്തോത്രം. മീഖായേലിനെ അയച്ചു. മീഖായേൽ ഒന്ന് പാഴ്സി ദേശത്തിന്റെ പ്രഭുവിനെ അടിച്ച് നിരപ്പാക്കി. ആ വിടുതൽ ദാനിയേലിന്റെ കയ്യിലെത്തി. റിസൾട്ട് 21 കഴിഞ്ഞിട്ടാ. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ 21 കൊണ്ട് തടസ്സങ്ങളെല്ലാം ദൈവാത്മാവ് വൈപ്പ് ഔട്ട് ചെയ്യും. ആ പദം ദൈവാത്മാവ് തുടച്ചു നീക്കുന്ന ചില മേഖലകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റും, വൈപ്പ് ഔട്ട് ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഈ പ്രാർത്ഥനകൾ കൊണ്ട് ചിലത് തുടച്ചു നീക്കും. ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില കുടുംബങ്ങൾക്കകത്തു നിന്ന്, ചില തലമുറകളുടെ ജീവിതത്തോട് പറ്റിയിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് അതിനെയൊക്കെ തുടച്ചു മാറ്റുന്നത് ദൈവാത്മാവിനെ വൈപ്പ് ഔട്ട് ചെയ്യുക. ദൈവാത്മാവ് ആ വാക്കിടപെടുന്നു. ദൈവാത്മാവ് ചിലത് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് വർഷങ്ങളാണ്, തുടച്ചു മാറ്റിത്തരും. തലമുറകളുടെ ചില വിഷയങ്ങൾ പുറത്തു പറയാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആ വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആ വിഷയത്തിനകത്ത്, അതേ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് അതിനെ തുടച്ചു മാറ്റാൻ പോവുക. കുടുംബങ്ങൾക്കകത്ത് അസ്വസ്ഥത വരുത്തുന്ന അന്ധകാര മണ്ഡലങ്ങളെ കർത്താവ് അതിനെ തുടച്ചു മാറ്റാൻ പോവുക, വൈപ്പ് ഔട്ട് ചെയ്യും. സ്തോത്രം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് ഒരു വാക്കുപോലും ഈ കർത്താവിന്റെ അഭിഷക്തദാസ് പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ, അന്ന് ഞാൻ മീറ്റിങ്ങിലായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇവിടെ മീറ്റിംഗ് ആയിരുന്നു, സംസാരിക്കാൻ ഒത്തില്ല. മെസ്സേജ് ഇട്ടു, ഏത് ഡേറ്റാ എനിക്ക് ഫ്രീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 24 രാത്രിയില്ല. ഓക്കെ, അങ്ങനെ ഇട്ടു. ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ പാസ്റ്ററെ ഒരു ഫോട്ടോ തരണം. ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോണ്ടാക്ട്. ഇതിനകത്ത് ആരൊക്കെ ജോയിൻ ചെയ്യുമെന്നും എവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്യുമെന്നും എന്തൊക്കെ പ്രാർത്ഥനാ വിഷയം ഒന്നും എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവെല്ലാം അറിയുന്നു. തുടച്ചു മാറ്റേണ്ട ചിലതിനെ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റും. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ചിലത് റീ അറേഞ്ച്മെന്റ് നടത്തുന്നു കേട്ടോ. ചിലതിനെ മാറ്റി സ്ഥാപിക്കേണ്ട ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് മാറ്റി സ്ഥാപിക്കും. ശുശ്രൂഷ മേഖലകളിൽ ദൈവാത്മാവിന്റെ കരം ചില വിഷയങ്ങളിൽ ഇറങ്ങാൻ പോവുകയാണ്. ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ വേരോടെ പിഴുതു മാറ്റുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. എല്ലാ നിലകളിലും ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി വിടുതൽ കാണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയില്ല. സ്വന്തം കൂട്ടുകാരെ അധൈര്യപ്പെടുത്തുക. സ്വന്തം കൂട്ടുകാർ യഹൂദിയർ തന്നെ ഒന്ന് പറയുക, ഞങ്ങളെ കൊണ്ട് ഒക്കത്തൊന്നുമില്ല, കല്ലും മണ്ണും ഒക്കെ ഒത്തിരി കിടക്കുന്നു, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകും, ഇനിയിപ്പോ മതിലൊന്നും പണിയാൻ ഒക്കത്തില്ല, തിരിച്ചു പോവാം, നമുക്ക് തിരിച്ചു പോവാം. നെഹമ്യാവ് പറഞ്ഞ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇത് കർത്താവ് ഏൽപ്പിച്ചതാ, നീ വെക്കോ. പക്ഷെ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ ആയുധം കൊടുത്ത് ആളുകൾ നിർത്തിയിട്ട് പറഞ്ഞു, ഒരൊറ്റ എണ്ണത്തിനെ അകത്തോട്ട് വിടരുത്. ഈ കല്ലും മണ്ണും തീരുന്നിടം വരെ ഇവര് ചുമക്കും, ഈ മതിൽ പൊങ്ങും.